ഓക്കെ സ്റ്റുഡൻറ്റ്, ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന നിങ്ങളുടെ 10th എക്സ്പെരിമെൻ്റാണ്. യൂസ് സെമാഫോർ ടു സോൾവ് ദ റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം വിത്ത് റൈറ്റേഴ്സ് ബീയിങ് ഗിവൺ പ്രയോറിറ്റി ഓവർ റീഡേഴ്സ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വാട്ട് ഈസ് സെമാഫോർ. നിങ്ങൾക്കറിയാം, സെമാഫോർ in an operating system is an integral integer variable used as a synchronization tool to manage concurrent access to shared resources by multiple processes. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സിസ്റ്റത്തിനകത്ത് ലോട്ട്സ് ഓഫ് റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസ് പലതും ഷെയർഡ് റിസോഴ്സസ് ആണ്. അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിനുള്ളിൽ ലോട്ട്സ് ഓഫ് പ്രോസസ്സേഴ്സും റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സേഴ്സ് മിക്കതും പല റിസോഴ്സസുകളെയും ആക്സസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു റിസോഴ്സ് സൈമൾട്ടേനിയസ്ലി പല പ്രോസസ്സ് ആക്സസ് ചെയ്യുമ്പോൾ there may be happening some uncertainty condition. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിസ്റ്റം സൈമൾട്ടേനിയസ്ലി ഒരു റിസോഴ്സസിനെ ആക്സസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണെന്ന് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ റൈസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് റൈസ് കണ്ടീഷൻ occurs when two or more processes access and modify the same data at the same time, and the final result depend on the order in which they run. Without proper condition, this can lead incorrect or unpredictable result. For example, if two people update the same bank account simultaneously without checking each other's changes, the final balance may be wrong. അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ റൈസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഇതുപോലെ മൾട്ടിപ്പിൾ പ്രോസസ്സസ് സെയിം റിസോഴ്സസിനെ സൈമൾട്ടേനിയസ്ലി അല്ലെങ്കിൽ കൺകറൻ്റ്ലി ആക്സസ് ചെയ്യുമ്പോൾ ആ റിസോഴ്സസിന് ഉണ്ടാകുന്ന ഫൈനൽ ഔട്ട്കം നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ എന്താണോ ഒരു പ്രോസസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഔട്ട്പുട്ട് തന്നെ, ആ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ the OS should be manage the resources safely or securely. അപ്പോൾ ഈ കണ്ടീഷൻ ഇങ്ങനെ റിസോഴ്സസിനെ പ്രോസസ്സുമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ സെമാഫോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെമാഫോർ എന്ന് പറയുന്ന ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം, അത് നിങ്ങൾക്കറിയാം, OSൽ തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം നമ്മൾ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വിത്ത് റൈറ്റർ ബീയിങ് ഗിവൺ പ്രയോറിറ്റി ഓവർ റീഡേഴ്സ്. അതാണ് നമുക്ക് ചെയ്യേണ്ട എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ എങ്ങനെയാണ് സെമാഫോർ എന്താണെന്നും സെമാഫോർ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നും പിന്നെ ഇതിനകത്ത് OSനുള്ളിൽ സംഭവിക്കുന്ന രണ്ട് കണ്ടീഷൻസായ റൈസ് കണ്ടീഷനും ഡെഡ് ലോക്കും എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഈ റൈസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്കെല്ലാം അറിയാവുന്നുള്ളൊരു കണ്ടീഷനാണ്. നമ്മൾ എന്താണെന്ന് റൈസ് കണ്ടീഷൻ എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ഒരു ഡോക്യുമെൻറ്റിനെ നമ്മൾ 2 യൂസേഴ്സ് സൈമൾട്ടേനിയസ്ലി മോഡിഫൈ ചെയ്യുക. ഒരു ഡോക്യുമെൻ്റ് ഫയലിനെ 2 യൂസേഴ്സ്, 2 അതിലധികമോ യൂസേഴ്സ് സൈമൾട്ടേനിയസ്ലി ചേഞ്ച് ചെയ്യുകയാണ്, അതിൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുമ്പം
അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ യൂസറിനോട് പറയുകയാണ്, അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് യൂസർ 1 മോഡിഫൈ ചെയ്യുക, അതിനകത്തുള്ള കറക്ഷൻസ് വരുത്തുക. രണ്ടാമത്തെ യൂസറിനോട് പറയുകയാണ് സെക്കൻഡ് പാരഗ്രാഫ് രണ്ടാമത്തെ യൂസർ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ അവർ പാരലായിട്ട് അത് സേവും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഒറ്റ ഫയലാണ്. ഒരു ഫയലിന് 2 പേര് സൈമിൾട്ടേനിയസ്ലി ആക്സസ് ചെയ്ത് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ ഒന്നാമത്തെ പാരഗ്രാഫ് ചേഞ്ച് ചെയ്തു, ആ ആൾ അതിനെ കറക്റ്റ് ചെയ്ത് സേവ് ചെയ്തു. രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ പാരഗ്രാഫ് കറക്റ്റ് ചെയ്തു, അതിനെയും സേവ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് രണ്ടും ഒരു ഫയലിനെ ഓപ്പൺ ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഈ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഒന്നാമത്തെ പാരഗ്രാഫിനകത്ത് എറേഴ്സ് ഉണ്ടാവാം, അതുപോലെ സൈമിൾട്ടേനിയസ്ലി രണ്ടാമത്തെ പാരഗ്രാഫിലും എറേഴ്സ് ഉണ്ടാവാം. അതുകൊണ്ടാണ് 2 യൂസേഴ്സിനെ ഇരുത്തി അത് ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് ഒന്നാമത്തെ യൂസർ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്തു, അതിനെ അങ്ങ് സേവ് ചെയ്തു, അയാളുടെ പണി കഴിഞ്ഞു. അതേ ഡോക്യുമെൻ്റ് ആദ്യം ഇരുന്ന അതേ കണ്ടീഷനിൽ രണ്ടാമത്തെ യൂസർ ഓപ്പൺ ചെയ്ത് വെച്ച് രണ്ടാമത്തെ പാരഗ്രാഫ് ചേഞ്ച് ചെയ്യാൻ, ആ യൂസറും രണ്ടാമത്തെ പാരഗ്രാഫ് ചേഞ്ച് ചെയ്തു, സേവ് ചെയ്തു. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഒന്നാമത്തെ പാരഗ്രാഫ് ഒന്നാമത്തെ യൂസർ കറക്റ്റ് ചെയ്തു, അത് സേവ് ചെയ്തു. പക്ഷേ അയാളുടെ രണ്ടാമത്തെ പാരഗ്രാഫ് റോങ് ആണ്. പക്ഷെ സേവ് ചെയ്യുമ്പം പാരഗ്രാഫ് വൈസിലല്ല സേവ് ചെയ്യുന്നത്, ആസ് ഓൺ അതിൻ്റെ കണ്ടൻറ്റ് ആ യൂസറിൻ്റെ മോണിറ്ററിൽ അല്ലെങ്കിൽ ആ യൂസറിൻ്റെ മെമ്മറിയിൽ എന്താണോ ഇരിക്കുന്നത് അത് അതുപോലെ അങ്ങ് സേവ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് കറക്റ്റായിട്ട് സേവ് ആയി പോകും, രണ്ടാമത്തെ പാരഗ്രാഫ് എങ്ങനെയാണോ ഇരുന്നത് അത് അതുപോലെ അങ്ങ് സേവ് ആവും. രണ്ടാമത്തെ യൂസർ ഒന്നാമത്തെ പാരഗ്രാഫിൽ തൊടുന്നില്ല, രണ്ടാമത്തെ പാരഗ്രാഫ് കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് ഒന്നാമത്തെ യൂസർ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് പ്രീവിയസ് ആണ്. ഈ ഒന്നാമത്തെ യൂസർ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കണ്ടൻറ്റാണ് ആ രണ്ടാമത്തെ യൂസറിൻ്റെ ഒന്നാമത്തെ പാരഗ്രാഫ്. പുള്ളി അതൊന്നും ചെയ്യുന്നില്ല, രണ്ടാമത്തെ പാരഗ്രാഫ് കറക്റ്റ് ചെയ്യുന്നു, അത് സേവ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ യൂസർ ആൾറെഡി സേവ് ചെയ്ത് കഴിഞ്ഞു, രണ്ടാമത്തെ യൂസർ അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പാരഗ്രാഫ് കറക്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. ഇപ്പം ഉണ്ടാകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാരഗ്രാഫ് കറക്റ്റായിട്ട് സേവ് ആവും. ഒന്നാമത്തെ യൂസർ റോങ് ആയിട്ടാണ് അത് സേവ് ചെയ്തിരുന്നത്, രണ്ടാമത്തെ പാരഗ്രാഫ് റോങ് ആയിട്ട് ഇന്ന് സേവ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ യൂസർ കറക്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് സേവ് ആയി പോകും. പക്ഷേ ആദ്യത്തെ യൂസർ ഒന്നാമത്തെ പാരഗ്രാഫിനെ ചേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് ഓവർ റൈറ്റ് ചെയ്ത് പോവും രണ്ടാമത്തെ യൂസറിൻ്റെ ഡോക്യുമെൻ്റ് വെച്ച്. കാരണം അത് ഒന്നാമത്തെ യൂസർ സേവ് ചെയ്യുന്നതിന് മുമ്പേ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടൻറ്റാണ്. അപ്പോൾ അത് റോങ് ആണ്, ഒന്നാമത്തെ പാരഗ്രാഫ് റോങ് ആണ്. പക്ഷേ ഒന്നാമത്തെ യൂസർ അത് ആൾറെഡി കറക്റ്റ് ചെയ്ത് സേവ് ചെയ്തും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ യൂസർ സേവ് കൊടുക്കുന്നത്. ആ സേവ് കൊടുക്കുമ്പം ഒന്നാമത്തെ യൂസർ ചേഞ്ച് ചെയ്ത ഫയലിൻ്റെ കണ്ടൻറ്റ് മൊത്തം റീപ്ലേസ് ആയി രണ്ടാമത്തെ യൂസർ കൊടുക്കുന്ന കണ്ടൻറ്റാണ് സേവ് ആവുന്നത്. അപ്പം ഒന്നാമത്തെ പാരഗ്രാഫ് ഫുൾ പഴയതാവും, രണ്ടാമത്തെ പാരഗ്രാഫ് കറക്റ്റ് ആവും. അപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം. ഇതിനെയാണ് നമ്മൾ റൈസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത റിസൾട്ടാണ് വരുന്നത്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഈ വരുന്നത്. അതായത് റൈസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൺ പ്രോസസ്സേഴ്സ് അല്ലെങ്കിൽ മോർ ദാൻ വൺ യൂസേഴ്സ് ഒരു സിംഗിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്മറി ആവാം, ഫയലാവാം, അതിനകത്ത് ഉള്ളിലെ ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ കമ്പോണൻ്റ് ആവാം, ഇതേത് വേണമെങ്കിലും ആവാം. കമ്പ്യൂട്ടറിൻ്റെ മൈക്രോ പ്രോസസ്സറിന് ഒഴിച്ച് അതിന് പുറത്തുള്ള ഏതിനെയും റിസോഴ്സ് എന്നാണ് പറയുന്നത്. ആ റിസോഴ്സിന് മൈക്രോ പ്രോസസ്സറിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഡാറ്റ ആക്വിസിഷൻ ചെയ്യാൻ പറ്റുന്ന ഏത് റിസോഴ്സിലെയും കണ്ടൻറ്റിനെ ആക്സസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് റൈസ് കണ്ടീഷൻ. അത് ഒന്നിൽ കൂടുതൽ ഒരു സിംഗിൾ യൂസർ അല്ലെങ്കിൽ സിംഗിൾ പ്രോസസ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. മോർ ദാൻ വൺ യൂസേഴ്സ് അല്ലെങ്കിൽ മോർ ദാൻ വൺ പ്രോസസ്സ് ഒരു സിംഗിൾ റിസോഴ്സിനെ ആക്സസ് ചെയ്ത് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം, അതാണ് റൈസ് കണ്ടീഷൻ. രണ്ടാമതൊരു എക്സാമ്പിളായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിനകത്ത് 2
യൂസേഴ്സ് സൈമിൾട്ടേനിയസ്ലി ഒരു ചേഞ്ച് വരുത്തുകയാണ്. ആ ഒന്നാമത്തെ യൂസർ അതിനകത്ത് ആ നിലവിലെ അക്കൗണ്ടിൽ ഈ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ രണ്ടുപേരും ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് 1000 റുപ്പീസാണ് കിടക്കുന്നത്. അതായത് ഇവർ മോഡിഫൈ ചെയ്യുന്നതിന് മുമ്പ് ആ ടൈമിൽ ഉണ്ടായിരുന്ന ബാലൻസ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. അത് രണ്ടുപേരും ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ 1000 ആണ് കണ്ടത്. അപ്പോൾ ഒന്നാമത്തെ യൂസർ അതിനകത്തോട്ട് 200 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് 1200 ആണ്. അതേസമയം രണ്ടാമത്തെ യൂസർ 500 ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഈ 500 എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് വെച്ചപ്പോൾ അതിനകത്ത് 1000 ഉണ്ടായിരുന്നുള്ളൂ. 1000 500 ആഡ് ചെയ്യണം. അപ്പം 1500 ആണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ ആക്ച്വലി അതിന് മുന്നേ ഒരു 200 ഇതിനകത്ത് ഒന്നാമത്തെ യൂസർ ഡെപ്പോസിറ്റ് ചെയ്തു. ആ 200 ഇതിനകത്ത് വരത്തില്ല, രണ്ടാമത്തെ യൂസറിന് കിട്ടത്തില്ല. അപ്പം ഇതിനകത്ത് 1700 പകരം വരുന്നത് 1500 ആവും. ഇനി അത് തിരിച്ചാണ് നടന്നതെങ്കിൽ 1000 രണ്ടുപേരും ഓപ്പൺ ചെയ്തപ്പം 1000 വന്നു. 500 ഈ യൂസർ ആദ്യം ട്രാൻസ്ഫർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് 200 ഈ യൂസറിന് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ വരുന്ന എമൗണ്ട് 1200 ഉള്ളൂ. ഈ 500 പോകും. അപ്പോൾ ഇത്തരം കണ്ടീഷൻസാണ് നമ്മൾ റൈസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ റിസോഴ്സ്. രണ്ട് യൂസേഴ്സ് ഇരുന്ന് ഒരു സിംഗിൾ റിസോഴ്സിനകത്ത് വരുന്ന മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കോംപ്ലിക്കേഷൻ. ഈ കോംപ്ലിക്കേഷനാണ് നമ്മൾ റൈസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കോംപ്ലിക്കേഷനാണ് ഈ ഡെഡ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഡെഡ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ഡെഡ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിനകത്തൊരു ഈ പിക്ചർ നിങ്ങൾ നോക്കുക. ഈ പിക്ചറിനകത്ത് 4 വെഹിക്കിൾസ്, 4 റോഡ് വന്നു ചേരുന്ന ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിലേക്ക് 4 റോഡിൽ നിന്നും ഓരോ വാഹനങ്ങൾ വരുന്നു, സൈമിൾട്ടേനിയസ്ലി വരുന്നു. 1 2 3 4 എന്നുള്ള 4 വെഹിക്കിൾസ് ഒരേ ടൈമിലും ഒരേ സ്പീഡിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സിഗ്നലോ അങ്ങനെ യാതൊരു സംവിധാനങ്ങളും ഇല്ല. അപ്പം വരുന്ന വാഹനങ്ങൾ ഒരേപോലെ അവർ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു അവസ്ഥയിലെത്തും, ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ആരെങ്ങോട്ട് പോകുമെന്ന്. ഈ വാഹനത്തിന് ഇങ്ങോട്ട് കടക്കണമെങ്കിൽ ഈ വാഹനം ബ്ലോക്കായി നിൽക്കുകയാണ്. ഇനി ഈ വാഹനം അങ്ങോട്ട് കടക്കണമെങ്കിൽ ഈ വാഹനം ബ്ലോക്കായി നിൽക്കുകയാണ്. ഇനി അതിന് കടക്കണമെങ്കിൽ ഈ വാഹനം ബ്ലോക്കായി നിൽക്കുക. ഇനി ഇത് കടക്കണമെങ്കിൽ ഇതും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടലി അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്കാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലെത്തുന്നു. ഇത് ടോട്ടലി ഹാങ്ഡാണ്. ഈ സിറ്റുവേഷനാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വരണമെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം പിന്നോട്ടെടുത്തെങ്കിൽ മാത്രമേ ഈ ബ്ലോക്ക് ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടീഷനാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനകത്തൊരു വേറൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് 2 പേര് ഫുഡുമായിട്ട് വന്നിരുന്നു. ഈ ഡൈനിങ് ടേബിളിൽ 2 ചോപ്സ്റ്റിക്കും വെച്ചിട്ടുണ്ട്. ഈ ചോപ്സ്റ്റിക്ക് 2 എണ്ണം വെച്ച് മാത്രമേ ഒരാളിന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ആകെ 2 ചോപ്സ്റ്റിക്കേ ഉള്ളൂ. പക്ഷേ 2 പേര് ഒരു ടേബിളിൽ അപ്പുറം വന്നിരുന്ന ഉടനെ ഒരാളൊരു ചോപ്സ്റ്റിക്ക് എടുത്തു, മറ്റേ ആൾ അടുത്ത ചോപ്സ്റ്റിക്കും എടുത്തു. അപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിൽ 2 പേർക്കും 2 ചോപ്സ്റ്റിക്കും വേണം. അപ്പം 2 പേരുടെയിലും ഓരോന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, ഇവർക്ക് ആർക്കെങ്കിലും ഒരാളിന് ഫുഡ് കഴിക്കണമെങ്കിൽ ഒരാളുടെ ചോപ്സ്റ്റിക്ക് മറ്റേ ആളിന് ഹാൻഡ് ഓവർ ചെയ്യണം. അല്ലെങ്കിൽ ഈ ചോപ്സ്റ്റിക്ക് കയ്യിൽ വെച്ച് ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. അതൊരു ഫ്രീസിങ് സിറ്റുവേഷനാണ്. ഇതിനെയൊക്കെയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെമാഫോർ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിനെ നമ്മൾ റിസോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് സെമാഫോർ. കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നോളജി. അത് നമ്മൾ OSനകത്ത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് വരുന്ന ഒരു ടെക്നോളജിയാണ്. കാരണം OS ആണ് ഈ കമ്പ്യൂട്ടറിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. അനേകം ടാസ്ക് സൈമിൾട്ടേനിയസ്ലി അനേകം പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോസസ്സുകളെല്ലാം റിസോഴ്സുകളെ ആക്സസ് ചെയ്തുകൊണ്ടും ഇരിപ്പുണ്ട്. ഈ ആക്സസ് ചെയ്യുന്ന റിസോഴ്സ് പരസ്പരം
കൊളിഷൻ വരാത്ത രീതിയിൽ, കാരണം പരസ്പരം കൂടുതൽ കോംപ്ലിക്കേഷൻസോ ഇതുപോലുള്ള റേസ് കണ്ടീഷനോ ഡെഡ് ലോക്കോ ഒന്നും വരാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടെക്നോളജിയാണ് ഈ സെമാഫോർ എന്ന് പറയുന്നത്. ഇനി ഈ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഈ ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രോഗ്രാം. അങ്ങനെ ഈ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ റിസോഴ്സ് ആക്സസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻസ് എന്ന് പറയുന്നത്. ആ സെക്ഷനകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിസോഴ്സിനെ ആക്സസ് ചെയ്ത് ചേഞ്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോഗ്രാം കോഡായിരിക്കും ആ കിടക്കുന്നത്. അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സുകളെയാണ് നമ്മൾ റിസോഴ്സ് ക്രിട്ടിക്കൽ സെഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേരിയബിൾ എന്ന് പറയുന്നത് മെമ്മറി ഓപ്പറേഷനാണ്. ഈ വേരിയബിളിലിരിക്കുന്ന ഡാറ്റ ആക്സസ് ചെയ്യുന്നു, ആ വേരിയബിളിലിരിക്കുന്ന ഡാറ്റ ചേഞ്ച് ചെയ്യുന്നു. ഇതൊരു ക്രിട്ടിക്കൽ സെക്ഷനാണ്. ഇത് എപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് പ്രോസസ്സ്, അതായത് മോർ ദാൻ വൺ പ്രോസസ്സ്, രണ്ടോ അതിൽ കൂടുതലോ പ്രോസസ്സുകൾ, നിങ്ങൾക്ക് പ്രോസസ്സ് എന്താണെന്നറിയാം, ഈ പറയുന്ന വേരിയബിളിനെ സൈമിൾട്ടേനിയസ്ലി ആക്സസ് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. അതൊരു റൈസ് കണ്ടീഷൻ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വരുന്ന കോഡുകളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊരു പർട്ടിക്കുലർ സെക്ഷനിലാണ് ഇരിക്കുന്നത്, അതൊരു മെമ്മറി ആക്സസ് അല്ലെങ്കിൽ റിസോഴ്സ് ആക്സസ്, ആ റിസോഴ്സ് ആക്സസ് വരുന്ന കോഡാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് പ്രോസസ്സുണ്ട്, പ്രോസസ്സ് 1ഉം പ്രോസസ്സ് 2ഉം ഈ പ്രോഗ്രാമിനകത്ത്. ആ പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് 5 എന്നുള്ള വാല്യൂ, ഇനിഷ്യൽ വാല്യൂ ഇരിപ്പുണ്ട്. എന്നിട്ട് പ്രോസസ്സ് 1നകത്ത് രണ്ട് വേരിയബിളൂടെ ഉണ്ട്, ഒന്ന് എസും ഒന്ന് യുവും. അത് പ്രോസസ്സ് 1ന് ലോക്കലി ഉള്ള വേരിയബിൾസാണ്. ആ വേരിയബിളിന് 20യും 30യും അസൈൻ ചെയ്തു. എന്നിട്ട് അതിനകത്ത് നടക്കുന്ന ഒരു മെമ്മറി ഓപ്പറേഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് യു. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ കോമൺ ആയിട്ടുള്ള എക്സ് ആണ് ഈ എക്സ്. ആ എക്സിനകത്തോട്ട് എസും യുവും കൂടെ ആഡ് ചെയ്ത് അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ എക്സിനകത്ത് വരേണ്ട വാല്യൂ 50 ആണ്. സൈമൾട്ടേനിയസ്ലി പ്രോസസ്സ് 2നകത്ത് നടക്കുന്നത്, അതിനകത്തും രണ്ട് വേരിയബിളുണ്ട്, എസും യുവും. ആ എസിനകത്ത് ഇരിക്കുന്ന വാല്യൂ 10, യുവിനകത്തിരിക്കുന്ന വാല്യൂ 20. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എസ് മൈനസ് യു ആണ്. അതായത് 10ൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്യുന്നു, അതും ഈ സെയിം എക്സിനകത്തോട്ട് വന്ന് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ -10 ആണ്. അപ്പം ആക്ച്വലി ഇതിനകത്ത് 50 ആണോ വരുന്നത് -10 ആണോ വരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ സൈമൾട്ടേനിയസ്ലി ഈ എക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് അടുത്തൊരു പ്രോസസ്സ്, പിന്നെ ഒരു ടാസ്ക് നടക്കുമ്പോൾ ഈ വരുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ പോകുന്നത്. ആ പോകുന്ന ഓപ്പറേഷനകത്ത് ഈ വരുന്ന വാല്യൂ, ഈ പ്രോസസ്സ് 1ഉം പ്രോസസ്സ് 2ഉം കൂടെ ചേഞ്ച് ചെയ്തിരിക്കുന്ന വാല്യൂവിൽ ഏതെങ്കിലും ഒരു വാല്യൂ വെച്ചിട്ടായിരിക്കും ഇത് പോകുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ആവണം എന്നില്ല പിന്നെ നടക്കാൻ പോകുന്നു. അപ്പോൾ ഇത്തരം കോഡുകളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻസ് കോഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു മെമ്മറി ആക്സസ് ആണ് നടക്കുന്നത്. ഒരു കോമൺ മെമ്മറിയായ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തിരിക്കുന്ന വാല്യൂ ആണ് ഇവിടെ ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ഇത്തരം കണ്ടീഷനിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ സെമാഫോർ എന്ന് പറയുന്നത്. ഈ സെമാഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജർ വേരിയബിളാണ്. ആ വേരിയബിളിൻ്റെ വാല്യൂ ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0യും മാക്സിമം വാല്യൂ എനി വാല്യൂ. അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരാൻ പാടില്ല. ഇതൊരു നമ്മളൊരു പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടോക്കോൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പ്രോട്ടോക്കോൾ ഫോളോ ചെയ്തിട്ടാണ് ഇത്തരം റേസ് കണ്ടീഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നൊരു ടെക്നോളജി. അതിനെയാണ് നമ്മൾ സെമാഫോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇൻറ്റിജർ വേരിയബിളാണ്. ആ വേരിയബിളിന് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 0 വരാൻ പാടുള്ളൂ. അതൊരു കണ്ടീഷനാണ്. മാക്സിമം വാല്യൂവിന് ലിമിറ്റ് ഇല്ല.
പിന്നെ സെമാഫോറിനകത്ത് ഈ വേരിയബിളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫങ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഒന്ന് വെയിറ്റും ഒന്ന് സിഗ്നലും. ഈ 2 ഫങ്ഷനാണ് ഈ സെമാഫോറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ഈ ചേഞ്ച് ചെയ്യുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് ഏത് പ്രോസസ്സിനെയാണ് ഈ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറ്റി വിടേണ്ടത്, ഏത് പ്രോസസ്സിനെ കയറ്റി വിടണ്ട എന്ന് തീരുമാനിക്കുന്നത്, OS തീരുമാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയബിളും ആ വേരിയബിളിനെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 ഫങ്ഷൻസ്, ഇത് ചേർന്നതാണ് ഈ സെമാഫോർ എന്ന് പറയുന്നത്. ഇതിൽ ഈ സെമാഫോറിലെ ആദ്യത്തെ ഫങ്ഷൻ്റെ പേര് വെയിറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ വെയിറ്റ് ഫങ്ഷൻ. ഈ ഫങ്ഷനാണ് ശരിക്കും ഒരു പ്രോസസ്സിനെ ഒരു ക്രിട്ടിക്കൽ സെക്ഷനകത്തോട്ട് കയറ്റി വിടണോ വെയിറ്റ് ചെയ്യിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ തീരുമാനം എടുക്കുന്നത് ഈ സെമാഫോർ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായി. ആ വേരിയബിളിൻ്റെ വാല്യൂ >0, അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ആ പ്രോസസ്സിനെ ആ ക്രിട്ടിക്കൽ സെക്ഷനകത്തേക്ക് കടത്തിവിടും. ഇനി ഒരു പ്രോസസ്സിനകത്തിരിക്കുന്ന സെമാഫോറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കണം. കാരണം ഒരു പ്രോസസ്സ് അതിനുള്ളിലുണ്ട്. ഒരു പ്രോസസ്സിന് ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ ഉള്ളിലുണ്ടെങ്കിൽ മറ്റ് പ്രോസസ്സുകൾക്കെല്ലാം സെമാഫോറിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം ഒരു പ്രോസസ്സിനും അകത്തോട്ട് കടത്തിവിടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വെയിറ്റ് ഫംഗ്ഷൻ ആക്ച്വലി വർക്ക് ചെയ്യുന്ന ഒരു ഗേറ്റിലെ സെക്യൂരിറ്റിയെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു പാസ് കിട്ടുകയാണെങ്കിൽ ആ പാസ് കാണിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗേറ്റിനുള്ളിൽ കടത്തിവിടും, ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് നിൽക്കണം. അതേ ജോബാണ് വെയിറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ വെയിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം ഈ സെമാഫോർ എല്ലാ പ്രോസസ്സുകൾക്കും സെമാഫോർ ഉണ്ടാവും, സെമാഫോർ വേരിയബിൾ ഉണ്ടാവും. അതായത് ക്രിട്ടിക്കൽ സെക്ഷനിനകത്ത് കടന്ന എല്ലാ പ്രോസസ്സുകൾക്കും അത് OS അങ്ങ് കൊടുക്കുന്നതാണ്. ആ വേരിയബിളിന് ഇരിക്കുന്ന വാല്യൂ >0, ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിന് ക്രിട്ടിക്കൽ സെക്ഷനുള്ളിലേക്ക് കയറാനുള്ള പെർമിഷനുണ്ട്, അത് കടത്തിവിടും. ഇല്ല 0 ആണിരിക്കുന്നതെങ്കിൽ അത് വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ക്യൂവിൽ നിൽക്കണം. കാരണം അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ ഈ വെയിറ്റിലിരിക്കുന്ന പ്രോസസ്സിന് അകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെയിറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് 3-4 പേരുണ്ട്. ഒന്ന് സ്ലീപ്പ് ഓപ്പറേഷൻ, ഡൗൺ ഓപ്പറേഷൻ, ഡിക്രീസ് ഓപ്പറേഷൻ, ദെൻ P ഫംഗ്ഷൻ. ഇതെല്ലാം സെയിം തന്നെയാണ്. സ്ലീപ്പ് ഓപ്പറേഷൻ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വേറൊരു രൂപമാണ് സ്ലീപ്പ്. ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇത് തന്നെയാണ്, ഓഫായിരിക്കുന്നതിന് തുല്യം. പിന്നെ ഡിക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കുറയ്ക്കാനും കൂട്ടാനും. അത് നമ്മൾ ഡിക്രീസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വെയിറ്റ് ഫംഗ്ഷൻ എപ്പോഴും സെമാഫോറിൻ്റെ വാല്യൂ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അകത്തേക്ക് കടത്തി വിടുമ്പം ഇപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ 1 ആണ് ഇരിക്കുന്നതെങ്കിൽ അത് അകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് നേരെ അതിൻ്റെ വാല്യൂ 0 ആക്കിക്കളയും. കാരണം എന്ന് പറഞ്ഞാൽ അത് അകത്ത് പോയിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ വീണ്ടും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ പാസിൻ്റെ നമ്മുടെ കയ്യിരിക്കുന്ന പാസ് വാങ്ങി കീറിയെടുക്കുന്നത് പോലെ നമ്മളെ എൻട്രി പാസ് എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ ഈ പ്രോസസ്സിൻ്റെ എൻട്രി പാസ് എന്ന് പറഞ്ഞാൽ സെമാഫോറിൻ്റെ വാല്യൂ ആണ്. ആ വാല്യൂ >0 ആണെങ്കിൽ മാത്രമേ അകത്തോട്ട് എൻട്രി ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് ഒരു പ്രോസസ്സിൻ്റെ വാല്യൂ 1 ആയിരുന്നുവെങ്കിൽ അത് ആ ഗേറ്റ് കടന്നു വിടണേ തന്നെ അതിനെ അങ്ങ് 0 ആക്കും. കാരണം പിന്നെ ഈ 1 കൊണ്ട് പിന്നെ കയറി വരരുത്. പിന്നെ എപ്പോഴെങ്കിലും അത് >0 വരുന്നെങ്കിൽ മാത്രമേ അതിനകത്ത് എൻട്രി ഉള്ളൂ. അപ്പോൾ ഈ വെയിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറ്റി വിടുന്നതിനോടൊപ്പം ആ സെമാഫോറിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ 0 ആക്കി, അല്ലെങ്കിൽ അടുത്ത് കടന്നു വരാത്ത രീതിയിൽ കുറയ്ക്കുന്നു. അപ്പോൾ ഈ ഓപ്പറേഷനാണ് ഈ ഡിക്രീസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു കോമൺലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു പേരാണ് P ഫംഗ്ഷൻ. ഒരു സെമാഫോറിലെ P ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെയിറ്റ് ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ സ്ലീപ്പ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഡൗൺ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഡിക്രീസ് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷന് മോസ്റ്റ് കോമൺലി അറിയപ്പെടുന്ന പേരാണ് P ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈവയ്ക്ക് വാട്ട് ഈസ് P ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോളണം, ഇത് വെയിറ്റ് ഫംഗ്ഷനാണ് P ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വെയിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സെമാഫോറിൽ വെയിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്ന ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ഫംഗ്ഷൻ്റെ ഓപ്പറേഷൻ നമ്മളൊരു അൽഗോരിതം രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഇരിക്കും.
നേരത്തെ പറഞ്ഞു, ഇവിടെ ഞാൻ പറഞ്ഞു ഇതിന് പറയുന്ന പേര് പി ഫംഗ്ഷനാണ്. കാരണം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പി ഫംഗ്ഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇംപ്ലിമെൻറ്റേഷൻ എത്തുമ്പോൾ എന്താണ് ഈ പി ഫംഗ്ഷൻ എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ പി ഫംഗ്ഷനകത്തോട്ട് നമ്മളൊരു സെമാഫോർ വാല്യൂ ആണ് കൊടുക്കുന്നത്, ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്നത്. ആ ആർഗ്യുമെൻറ്റിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞു സെമാഫോറിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് ഈ പി ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പി ഫംഗ്ഷൻ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അൽഗോരിതം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സെമാഫോറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കുക, അതായത് പോസിറ്റീവ് വാല്യൂ ആണെന്ന് നോക്കും. ആണെങ്കിൽ അതിനെ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് ആ പ്രോസസ്സിനെ കടത്തിവിടും. ഇനി ഒരു പ്രോസസ്സിനകത്തിരിക്കുന്ന സെമാഫോറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് വെയിറ്റ് ചെയ്യിപ്പിക്കും. ഇനി അടുത്ത ഇത് രണ്ടാണ് ആദ്യം ഇനിഷ്യൽ ചെക്കിങ്ങിൽ നടക്കുന്നത്. ചെക്കിങ് കഴിഞ്ഞ് പിന്നെ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂവിന് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് വാല്യൂ ആണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂവിനെ ഡിക്രിമെൻറ്റ് ചെയ്യും, സെമാഫോർ വാല്യൂവിനെ ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഡിക്രിമെൻ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ സെമാഫോറിൻ്റെ അൽഗോരിതം. അടുത്ത ഫംഗ്ഷനാണ് സിഗ്നൽ ഓപ്പറേഷൻ. 2 ഓപ്പറേഷനിൽ ഒന്ന് വെയിറ്റും ഒന്ന് സിഗ്നലും. അപ്പോൾ ഈ സിഗ്നൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ സിഗ്നൽ ഫംഗ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലിരിക്കുന്ന പ്രോസസ്സ് ആ ക്രിട്ടിക്കൽ സെക്ഷൻ ഓപ്പറേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ ക്യൂവിൽ വേറെ പ്രോസസ്സുകൾ ക്രിട്ടിക്കൽ സെക്ഷനകത്തേക്ക് കയറാൻ റെഡിയായി നിൽപ്പുണ്ട്. ഈ നിൽക്കുന്ന പ്രോസസ്സിന് അകത്തേക്ക് കടക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നതാണ് സിഗ്നൽ ഓപ്പറേഷൻ. അതായത് അതിൻ്റെയൊക്കെ സെമാഫോർ വാല്യൂ 0 ആയിരിക്കും ഇരിക്കുന്നത്. ആ സെമാഫോർ വാല്യൂവിനെ ഗ്രേറ്റർ ദാൻ 0 ആക്കി കൊടുക്കുന്നത് ഈ സിഗ്നൽ ഓപ്പറേഷനാണ്. അപ്പോൾ ഒരു വെയിറ്റ് ഫംഗ്ഷൻ ഒരു പ്രോസസ്സിനകത്ത് കടത്തിവിടുകയും ആ അകത്ത് കയറിയ പ്രോസസ്സ് തിരിച്ചിറങ്ങി വരുമ്പോൾ വെയിറ്റ് ഫംഗ്ഷൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അകത്ത് കയറ്റി വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ അകത്ത് കയറ്റി ഒരു പ്രോസസ്സിനകത്ത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ വെയിറ്റ് ഫംഗ്ഷൻ്റെ ഡ്യൂട്ടി ആ പ്രോസസ്സിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞു. പിന്നെ അടുത്ത് വരുന്ന പ്രോസസ്സിനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി പോലെ. അപ്പോൾ ഈ പ്രോസസ്സ് അകത്തേക്ക് പോയ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുമ്പം പിന്നെ നടക്കുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് സിഗ്നൽ. ഈ സിഗ്നൽ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് പുറത്തിറങ്ങുമ്പോൾ സിഗ്നൽ ഫംഗ്ഷൻ ആക്റ്റീവ് ആകും. ഈ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്യൂവിൽ നിൽക്കുന്ന അടുത്ത പ്രോസസ്സിൻ്റെ സെമാഫോർ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് അകത്തേക്ക് കടക്കാനുള്ള പാസ് കിട്ടുന്നു. അത് നേരെ വെയിറ്റ് ഫംഗ്ഷൻ കാണിക്കുന്നു. വെയിറ്റ് ഫംഗ്ഷൻ ഉടനെ തന്നെ അതിനെ കടത്തി വിടുന്നു. ഇങ്ങനെ ഒരാൾ എക്സിറ്റ് ചെയ്യുമ്പം ആക്റ്റീവ് ആവുന്നു, ഒരാൾ എൻട്രൻസിൽ നിന്ന് ആക്റ്റീവ് ആവുന്നു. അപ്പോൾ ഇത് 2 പ്രോസസ്സുകൾ ചേർന്ന് 2 ഓപ്പറേഷൻസ് ചേർന്നാണ് ഈ സെമാഫോർ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇതിന് 4 പേരുണ്ട്. ഇതിന് വേക്കപ്പ് ഓപ്പറേഷൻ എന്നും അപ്പ് ഓപ്പറേഷൻ എന്നും ഇൻക്രീസ് ഓപ്പറേഷൻ എന്നും വി ഫംഗ്ഷൻ എന്നും. മറ്റേത് പി ഫംഗ്ഷൻ, ഇത് വി ഫംഗ്ഷൻ. ഈ വേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റിൽ ഇരിക്കുന്ന സ്ലീപ്പിംഗ് മോഡിലിരിക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ വേക്കപ്പ് ചെയ്യിക്കുന്നതാണ് ഈ സിഗ്നൽ. പറഞ്ഞു ഒരു പ്രോസസ്സ് ഇറങ്ങുമ്പോൾ അടുത്ത് ക്യൂവിലിരിക്കുന്ന ആളിനെ കയറ്റി വിടുന്ന ജോലിയാണ് ഈ സിഗ്നൽ. അതുകൊണ്ട് തന്നെ വേക്കപ്പ് ഓപ്പറേഷൻ എന്ന് അപ്പ് ഓപ്പറേഷൻ. മറ്റേത് ഡൗൺ ആയിരുന്നു, ഇത് അപ്പ് ഓപ്പറേഷൻ. മറ്റേത് ഡിക്രീസ് ആയിരുന്നു, ഇത് ഇൻക്രീസ് ഓപ്പറേഷൻ. കാരണം സെമാഫോർ വാല്യൂവിനെ ഇൻക്രീസ് ആണ് ഇത് ചെയ്യുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ അറിയപ്പെടുന്നത് വി ഫംഗ്ഷൻ എന്നാണ്. മറ്റേത് പി ഫംഗ്ഷൻ എന്നറിയുന്നു, ഇത് വി ഫംഗ്ഷൻ എന്നറിയുന്നു. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. വി ഫംഗ്ഷനകത്തോട്ട് നമ്മളൊരു സെമാഫോർ വാല്യൂ കൊടുക്കുന്നു. ഈ സെമാഫോർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെമാഫോറിൻ്റെ വാല്യൂവിനോട് 1 ആഡ് ചെയ്യുന്നു. 1 ആഡ് ചെയ്യുമ്പോൾ അതിന് അകത്തേക്ക് കയറാനുള്ള പെർമിഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇത് ചെയ്യുന്നത്. ഇഫ് ദ പ്രോസസ് ഗോസ് ഔട്ട് ഓഫ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ആൻഡ് ദെൻ ആഡ് 1 ടു ദ സെമാഫോർ വാല്യൂ. അപ്പോൾ ഒരു പ്രോസസ്സ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുത്തിരിക്കുന്ന പ്രോസസ്സിന് ഒരു വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ ജോലി. അത് കഴിഞ്ഞാൽ അത് വെറുതെ ഇരിക്കുന്നു. ഇത്രയാണ് ഈ സിഗ്നൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാണ്. റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി റൈറ്റർ എന്തെങ്കിലും റൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റീഡർ റീഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരു ഫയലിനകത്ത് റൈറ്റർ എന്തെങ്കിലും റൈറ്റ് ചെയ്യണം, അല്ലാതെ റീഡർ റീഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ വേണം ഈ ഒരു പ്രോസസ്സ് റീഡേഴ്സ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന പ്രോബ്ലം ചെയ്യേണ്ടത്. റൈറ്റർ എന്തെങ്കിലും റൈറ്റ് ചെയ്യുക, അത് റീഡർ റീഡ് ചെയ്യുക.
ഇതാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് പ്രോസസ്സുണ്ട്. ഇവിടെ ഒരു പ്രോസസ്സ് അങ്ങ് ക്രിയേറ്റ് ചെയ്യണം. ഫോർക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഇത് ചൈൽഡാണ്. ഇത് ചൈൽഡ് പ്രോസസ്സിനകത്ത് നടക്കുന്ന ടാസ്ക്കാണ് ഈ എഴുതിക്കുന്നത്. ഇതിൻ്റെ എൽസ് പാർട്ടിനകത്ത് പാരൻറ്റ് പ്രോസസ്സിനകത്ത് നടക്കുന്ന പാർട്ട്. അപ്പോൾ ഇവിടെ ആണ് റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. ഈ പാരൻ്റാണ് ശരിക്കും റൈറ്റർ, ചൈൽഡാണ് റീഡർ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു കൗണ്ടർ വെച്ചിട്ടുണ്ട്. ഇത് കോമൺ ആയിട്ട് രണ്ട് പ്രോസസ്സിനകത്തും കിട്ടുന്നൊരു കൗണ്ടറാണിത്. അത് രണ്ട് ഡിഫറെൻറ്റ് വേരിയബിളാണ്. കാരണം ഇത് ഇനിഷ്യലി ഈ ചൈൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഈ സി എന്നുള്ള വേരിയബിളിൽ 5 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൈൽഡിൽ ഒരു 5 സി എന്നുള്ള വേരിയബിളിൽ 5 കാണും, പാരൻറ്റിലും സി എന്നുള്ള വേരിയബിളിൽ 5 കാണും. നമുക്ക് ആദ്യം പാരൻറ്റ് പ്രോസസ്സ് എന്താണ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഒരു ഇൻറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ലോക്കൽ വേരിയബിൾ, ഇത് പാരൻറ്റിനകത്തുള്ളൊരു വേരിയബിളാണ്. ആ വേരിയബിളിന് 1 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്തു. എന്നിട്ട് ഒരു ക്യാരക്ടർ അറേ str5. ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ ഓപ്പറേഷൻ നമ്മൾ പഠിച്ച ഫയൽ ഓപ്പറേഷൻ റീഡ് റൈറ്റ് എന്ന് പറയുന്നത് അൺഫോർമാറ്റഡ് ഫയൽ ഓപ്പറേഷൻ, അതായത് ഫയലിനകത്തോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യണം റീഡ് ചെയ്യണം സ്ട്രിങ് ആയിട്ടാണ്. അപ്പോൾ ഈ നമ്പറിനെ എനിക്ക് സ്ട്രിങ് ആക്കി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചുമ്മാ ഒരു ക്യാരക്ടർ. അത് ശരിക്കും പറഞ്ഞാൽ 5ൻ്റെ ആവശ്യമൊന്നുമില്ല, 2 ലൊക്കേഷനിലുള്ള ഒരു അറേ ആയാലും മതി. ഞാൻ ചുമ്മാ 5 എന്ന് പറയുന്നത് എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ക്യാരക്ടർ അറേ 5 ലൊക്കേഷനുള്ള ഒരു ക്യാരക്ടർ അറേ വെച്ചു. എന്നിട്ടൊരു ലൂപ്പ് എഴുതുകയാണ്. ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടർ ഞാൻ 5 എന്ന് വെച്ചിട്ടുണ്ട്. 5 പ്രാവശ്യം ഇതിനകത്തോട്ട് ഒരു ഫയലിനകത്തോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യും. ആ കൗണ്ടറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈൽ സി നോട്ട് ഈക്വൽ ടു 0 എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പം സി എപ്പോഴെങ്കിലും 0 ആവുമ്പം ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനിഷ്യലി സിയുടെ വാല്യൂ 5 ആണ്. അപ്പം ഈ ലൂപ്പിനകത്ത് കയറും. ലൂപ്പിനകത്ത് കയറിയിട്ട് ആദ്യം printf. ഈ printf എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ ഈ പറയുന്ന ഫോർമാറ്റിലുള്ള ഡാറ്റ %d ഫോർമാറ്റിലുള്ള ഡാറ്റ വേണം ഇവിടെ കൊടുക്കാൻ. അതിനെ നേരെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്ത് തരും. ഈ printf എന്നുള്ള ഫംഗ്ഷൻ ഈ %dയിൽ കിടക്കുന്ന, ഇവിടെ നമ്മൾ %f ആണ് കൊടുത്തിരുന്നത്, ഫ്ലോട്ട് വാല്യൂവിനായിരിക്കും സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇത് ഡാറ്റ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയതുകൊണ്ട് ഞാൻ %d തന്നെ ഒരു ഡാറ്റ കൊടുക്കുന്നു, ഒരു ഇൻറ്റിജർ വാല്യൂ. ഇതിനകത്ത് 3 ആർഗ്യുമെൻ്റാണുള്ളത്. ഫസ്റ്റ് നമ്മൾ സ്ട്രിങ് അറേ. അപ്പോൾ ഇവിടെ വരുന്ന ഡാറ്റയെ, ഈ ഫോർമാറ്റിലുള്ള ഡാറ്റയെ അതിൻ്റെ കറസ്പോണ്ടിങ് സ്ട്രിങ് ആക്കി മാറ്റി ഇതിനകത്തോട്ട് റൈറ്റ് ചെയ്യും. അതായത് ഈ 1 എന്ന് പറയുന്ന നമ്പറിനെ 1 എന്ന് പറയുന്ന സ്ട്രിങ് ആക്കി മാറ്റുന്നു. എന്നിട്ട് ഞാനിവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. test.txt എന്നൊരു ഫയലിനെയാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് ഓപ്പൺ എന്നുള്ള ഫംഗ്ഷൻ അത് നമ്മൾ ആദ്യം പഠിച്ചു. 3ാമത്തെ എക്സ്പെരിമെൻറ്റിൽ ലാസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ അതൊന്ന് റെഫർ ചെയ്താൽ മതി. ഓപ്പൺ ഫംഗ്ഷൻ വഴി ഫയലിനെ ഓപ്പൺ ചെയ്തു. അതിന് റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യലി ആദ്യം ഫയൽ കാണത്തില്ല, അപ്പോൾ അത് ക്രിയേറ്റ് ആകും. ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ആ ഫയലിനെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഫയൽ ഡിസ്ക്രിപ്റ്റർ FDക്കകത്ത് വരും. എന്നിട്ട് റൈറ്റ് ഫംഗ്ഷൻ വഴി ഈ str എന്ന് പറഞ്ഞ ഈ ഡാറ്റയെ, അതിൻ്റെ സ്ട്രിങ് ഫോർമാറ്റിലിരിക്കുന്ന ഡാറ്റയെ ഈ ഫയലിനകത്തോട്ട് റൈറ്റ് ഫംഗ്ഷൻ വഴി റൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് റൈറ്റ് ചെയ്യുന്നുള്ളത് അവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ ഡാറ്റയെ 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡാറ്റ 2 ആയി മാറുന്നു. ദെൻ ഈ ഫയൽ ക്ലോസ് ചെയ്യുന്നു. വീണ്ടും C എന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. വീണ്ടും കറങ്ങി തിരിച്ച് ഇവിടെ വരുന്നു. അപ്പോൾ ഇത് ആണ് 5 ടൈംസ് 1 2 3 4 5 എന്ന് ഇവിടെ റൈറ്റാണ്. ഈ ടെസ്റ്റ് ഫയലിനകത്ത് 1 by 1 ആയിട്ട് റൈറ്റ് ചെയ്യും. ആദ്യം 1 റൈറ്റ് ചെയ്യും, ദെൻ 2 റൈറ്റ് ചെയ്യും, ദെൻ 3 റൈറ്റ് ചെയ്യും, ദെൻ 4 റൈറ്റ് ചെയ്യും. അത് ആഡ് ചെയ്തല്ല, അപ്പൻഡ് ചെയ്തല്ല പോണ, ഇരിക്കുന്ന കണ്ടൻറ്റിൻ്റെ പുറത്തേക്ക് അങ്ങ് റൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓവർ റൈറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ആദ്യം 1 കാണും, ദെൻ 2 കാണും, ദെൻ 3 കാണും, ദെൻ 4 കാണും, ദെൻ 5. ലൂപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ test.txt-കകത്ത് 5 എന്നുള്ള നമ്പറായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ സ്ട്രിങ് ഫോർമാറ്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് റൈറ്റ് ഓപ്പറേഷൻ. ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് റീഡ് ഓപ്പറേഷനാണ്. ഇവിടെ ചൈൽഡ് പ്രോസസ്സിനകത്ത് ഇൻറ്റ് ഡാറ്റ എന്ന് വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ക്യാരക്ടർ അറേ നമ്മൾ റീഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് റീഡ് എന്നൊരു ക്യാരക്ടർ അറേ വെച്ചു. ദെൻ ഇതിനകത്തും ഒരു C ഉണ്ട്. C ഇനിഷ്യലി 5ലാണ് നിൽക്കുന്നത്. അത് 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൂപ്പിന് വേണ്ടിയിട്ടാണ് ഈ C വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ ഫയലിനെ നമ്മൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് അതിനകത്തിരിക്കുന്ന കണ്ടൻറ്റ് റീഡ് ചെയ്ത് str എന്നുള്ള ക്യാരക്ടർ അറേയിലൊക്കെ തൊട്ട് കൊണ്ടുവരുന്നു റീഡ് ഫംഗ്ഷൻ വഴി.
എന്നിട്ട് അതിനെ നമ്മൾ നമ്പറാക്കി കൺവേർട്ട് ചെയ്യുക. അറ്റോയ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആസ്കി ടു ഇൻറ്റിജറാണ്. ഇവിടെ നമ്മൾ സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ റീഡ് ചെയ്തിരിക്കുന്ന ഇവിടെ റൈറ്റ് ചെയ്ത കറസ്പോണ്ടിങ് സ്ട്രിങ്ങിൻ്റെ ന്യൂമറിക് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതിനെ അങ്ങ് പ്രിൻറ്റ് ചെയ്യുന്നു. അത് റൈറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇത് 2 പ്രോസസ്സിൽ സൈമിൾട്ടേനിയസ്ലി നടക്കുന്നൊരു ഓപ്പറേഷനാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഒരു പ്രോസസ്സിൽ 2 പ്രോസസ്സ് സൈമിൾട്ടേനിയസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരാദ്യം റൺ ചെയ്യുന്നു, ഏതിലെ സ്റ്റേറ്റ്മെൻറ്റാണ് ആദ്യം വരുന്നത്, ഒന്നാമത്തതിൻ്റെ കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടാമത്തത് വരുമോ, ഇതൊന്നും നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഒരു റൈറ്റും ഒരു റീഡും ഓപ്പറേഷനാണ് നടക്കുന്നത്. അപ്പോൾ ശരിക്കും റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ശരിക്കും റൈറ്റർ എന്തെങ്കിലും റൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് റീഡ് ചെയ്യാവൂ, വീണ്ടും റൈറ്റർ റൈറ്റ് ചെയ്യേണ്ടത് മാത്രമേ വീണ്ടും റീഡ് ചെയ്യാവൂ. ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. പക്ഷേ ഇത് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ലിനക്സ് ടെർമിനലിൽ ഈ പ്രോഗ്രാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സമ എന്ന് പറയുന്ന പേരിലാണ് സേവ് ചെയ്തേക്കുന്നത്. സമ.c ./a. ഇത് കണ്ടില്ലേ, റൈറ്റർ റൈറ്റ് 1, പക്ഷേ റീഡർ റീഡ് ചെയ്തിരിക്കുന്നത് 5 ആണ്. 5 ടൈം റീഡ് ചെയ്തു. ഈ റൈറ്റർ ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് 5 റീഡ് ഓപ്പറേഷൻ ഒരുമിച്ച് അങ്ങ് റീഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഫയലിനകത്തോട്ട് ചെല്ലണതിന് മുമ്പേ അതിനകത്തിരിക്കുന്ന കണ്ടൻറ്റ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റീഡ് ചെയ്തു, പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. അത് കഴിഞ്ഞിട്ടാണ് റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. ഇത് ഒന്നുകൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഔട്ട്പുട്ടായിരിക്കും വരുന്നത്. കണ്ടില്ല, ആദ്യം റീഡർ 5 വന്നു, ദെൻ റൈറ്റർ റൈറ്റ് ചെയ്യുന്നതിന് ബാക്കി 4 കൂടെ എടുത്ത് പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് റൈറ്റ് വീണ്ടും റൺ ചെയ്ത് നോക്കാം. ഇത് പല രീതിയിലാണ്. കണ്ടില്ല, ആദ്യം റീഡർ റീഡ്സ് 0 ആണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് അതിനകത്തൊന്നുമില്ല, റീഡ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ആണ് റൈറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ ഫയൽ റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് റീഡ് ഓപ്പറേഷൻ നടന്നു. അത് കഴിഞ്ഞ് റൈറ്റർ റൈറ്റ് ചെയ്തതിന് ശേഷമാണ് റീഡ് ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്യുന്നതിന് മുമ്പേ റീഡ് നടന്നു. പക്ഷേ അത് പ്രിൻ്റ് വന്നപ്പം ഒരു ഡിലേ ആയിപ്പോയെന്നേ ഉള്ളൂ. പക്ഷേ റീഡ് ചെയ്തു, അതിന് മുന്നേ അങ്ങ് റീഡ് ചെയ്തു. പ്രിൻ്റ് ചെയ്തതിൻ്റെ ഒരു ഡിലേ അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് ഡിഫറൻറ്റ് ഔട്ട്പുട്ടാണ് ഈ വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്പുട്ടും അല്ല വരുന്നത്. ആക്ച്വലി റീഡേഴ്സ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റർ 1 റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഡർ 1 റീഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. വീണ്ടും റൈറ്റർ 2 റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഡർ ആ 2നെ റീഡ് ചെയ്ത് കാണിക്കണം. വീണ്ടും 3 റൈറ്റ് ചെയ്യണം, 3യെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ഇങ്ങനെ 1 by 1 ആയിട്ടാണ് വരേണ്ടത്. ഇതിനെയാണ് നമ്മൾ റൈസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത്തരം കണ്ടീഷൻസാണ് നമ്മൾ റൈസ് കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടല്ല വരുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെമാഫോർ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഈ വരുന്നത്. ഇനി സെമാഫോറിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 സിസ്റ്റം കോൾസാണ് നമ്മൾ ഈ സെമാഫോർ ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്ന് സംഗെറ്റ്. നമ്മൾ ഷെയർഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ക്രിയേറ്റ് ചെയ്തതുപോലെ ഒരു സിസ്റ്റം കോളാണ് സംഗെറ്റ്. ഈ സംഗെറ്റ് എന്ന് പറഞ്ഞാൽ സെമാഫോർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് 3 ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്യുന്നത്. ഒന്നൊരു കീ, 2 ഒരു ഇൻറ്റ് നം, മൂന്നാമതൊരു ഫ്ലാഗ്. ഈ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പുതിയ സെമാഫോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പാരാമീറ്ററാണ്. അത് നോർമലി IPC_private എന്ന് പറയുന്ന ഒരു ഡീഫോൾട്ട് പ്രീ ഡിഫൈൻഡ് വാല്യൂ ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ പുതിയ ഒരു സെമാഫോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൈലറിനോട് ഇൻറ്റിമേഷൻ കൊടുക്കുന്ന ഒരു കീ ആണ് IPC_private. അടുത്ത രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് ഇൻറ്റ് നം എന്ന് പറഞ്ഞാൽ അത് എത്ര നമ്പർ ഓഫ് സെമാഫോറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് നോർമലി നമ്മൾ 1 ആണ് കൊടുക്കുന്നത്. ഒരു സെമാഫോറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു പ്രോസസ്സിനകത്ത് ഒരു സെമാഫോറിൻ്റെ മതി, അപ്പോൾ 1 ആണ് കൊടുക്കുന്നത്. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് നമ്മൾ ഷെയർഡ് മെമ്മറിയിൽ കൊടുത്തതുപോലെ ഫ്ലാഗാണ്. ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ റീഡ് റൈറ്റ് എക്സിക്യൂട്ട് പെർമിഷന് പ്ലസ് നമ്മൾ അതിനെ കമ്പൈൻ ചെയ്ത് IPC_create. ഷെയർഡ് മെമ്മറിയിൽ ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്, IPC_create. ആൾറെഡി അങ്ങനൊരു സെമാഫോർ ഇല്ല എങ്കിൽ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IPC_create. അപ്പോൾ ഇങ്ങനെ 3 പാരാമീറ്ററാണ് സംഗെറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോളിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് റിട്ടേൺ ചെയ്യുന്നത്
അത് സക്സസ്ഫുള്ളി ഈ സെമാഫോർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഐഡൻറ്റിഫയർ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ആ ഐഡൻറ്റിഫയർ വെച്ചിട്ടാണ് നമ്മൾ സെമാഫോറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൽ ഒന്ന് ഈ IPC_private എന്ന് പറയുന്ന കീയും IPC_private എന്ന് പറയുന്ന കീയും വെച്ചിട്ടാണ് നമ്മൾ ഈ സെമാഫോറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് സക്സസ്ഫുള്ളി ഈ സം ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സെമാഫോർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു വാല്യൂ അത് റിട്ടേൺ ചെയ്യും, സെമാഫോർ ID റിട്ടേൺ ചെയ്യും. അത് നമ്മൾ ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ആ വേരിയബിളാണ് പിന്നെ നമ്മൾ അടുത്ത സിസ്റ്റം കോൾസുകളെല്ലാം യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഷെയർഡ് മെമ്മറിയിലും ഷെയർഡ് മെമ്മറി ID വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഫെയിലിയർ ഉണ്ടെങ്കിൽ അത് -1 വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം ഈ സം ഗെറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് -1 ആണെങ്കിൽ സെമാഫോർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അവിടെ വെച്ച് നമ്മൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നോർമലി അത് -1 വരാറില്ല. അത് നമ്മളൊരു സെമാഫോർ ഐഡൻറ്റിഫയർ ആണ് അത് റിട്ടേൺ ചെയ്യുന്നത്. അടുത്ത സിസ്റ്റം കോൾ എന്ന് SumCTL എന്ന്. ഈ SumCTL എന്ന് പറഞ്ഞാൽ നമ്മൾ സം ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ സെമാഫോർ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഇനിഷ്യലൈസ്ഡ് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അത് സെമാഫോറിന് ഇനിഷ്യൽ വാല്യൂ ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു P ഫംഗ്ഷനും V ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ P ഫംഗ്ഷൻ, അതായത് നമ്മൾ വെയിറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമാഫോറിൻ്റെ വാല്യൂ >0 ആണെങ്കിൽ, അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കടത്തിവിടും. ഇല്ല എങ്കിൽ 0 ആണിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഈ സെമാഫോർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു പ്രീ ഡിഫൈൻഡ് വാല്യൂ ഒന്നും കാണത്തില്ല, അത് ഇനീഷ്യൽ വാല്യൂ കാണത്തില്ല. ആ ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SumCTL എന്ന് പറയുന്ന സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ 4 പാരാമീറ്റേഴ്സാണ് പാസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് ആദ്യം സം ഗെറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന സെമാഫോർ ID ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് സംനം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ സെമാഫോറിനാണ് ഈ SumCTL എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് വാല്യൂ സെറ്റ് ചെയ്യേണ്ടത്. എത്രാമത്തെ സെമാഫോർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സം ഗെറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് ഇൻഡ് നം എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് സെമാഫോഴ്സാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ്. അപ്പം നോർമലി നമ്മൾ 1 ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 1 ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കൊടുക്കേണ്ടത് ഫസ്റ്റ് സെമാഫോർ നമ്പർ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇപ്പോൾ n നമ്പർ ഓഫ് സെമാഫോർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 0 മുതൽ n-1 വരെയുള്ള സെമാഫോഴ്സ് അതിനകത്തുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരെണ്ണേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് നമ്മൾ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് 0 ആണ്. ഇത് തേർഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ കമാൻഡാണ്. ഈ കമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് നാലാമത്തെ ആർഗ്യുമെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ കമാൻഡ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഈ SumCTL ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് സെമാഫോർ ക്ലോസ് ചെയ്യാൻ, ക്ലിയർ ചെയ്ത് കളയാൻ, ഈ ക്രിയേറ്റ് ചെയ്ത സെമാഫോർ ക്ലിയർ ചെയ്ത് കളയാൻ. ഇതിനകത്ത് നോർമലി യൂസ് ചെയ്യുന്ന കമാൻഡ് ഇതൊക്കെയാണ്. ഗെറ്റ് വാൽ എന്നുണ്ട് കമാൻഡ് അവിടെ കൊടുക്കാം. സെറ്റ് വാലാണ് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ID, ആ സെമാഫോർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ID ചെയ്യാൻ വേണ്ടി getPID കൊടുക്കാം. പിന്നെ IPC_RMID എന്ന് പറഞ്ഞാൽ ഈ ക്രിയേറ്റ് ചെയ്ത സെമാഫോറിനെ റിമൂവ് ചെയ്യാനും ഈ സെയിം SumCTL എന്നൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന കമാൻഡ് IPC_RMID എന്ന് പറയുന്ന കമാൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് വാൽ എന്നുള്ള കമാൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ സെറ്റ് വാല്യൂ കമാൻഡ് കൊടുക്കുമ്പോൾ നാലാമതൊരു ആർഗ്യുമെൻ്റ് കൂടെ പാസ് ചെയ്യണം. ഈ നാലാമത്തെ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്ന ഒരു യൂണിയൻ സംനം എന്ന് പറയുന്ന ഒരു യൂണിയനാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂണിയൻ നിങ്ങൾ എന്താണെന്ന് സിയിൽ പഠിച്ചിട്ടുണ്ട്. യൂണിയനിൽ എത്ര ഫീൽഡുണ്ടോ ആ ഫീൽഡിൽ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഫീൽഡിലെല്ലാം വാല്യൂ മാറിപ്പോവും. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഒരു ഫീൽഡിനാണ് വാല്യൂ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വാൽ എന്ന് പറഞ്ഞ ഫീൽഡിനാണ് വാല്യൂ കൊടുക്കുക. നമ്മൾ ഇനിഷ്യൽ വാല്യൂ, അതായത് സെമാഫോർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന വാല്യൂ. ബാക്കിയൊന്നിനും വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല. ബാക്കി വാല്യൂ കൊടുത്തു പോയി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഫീൽഡിൻ്റെ വാല്യൂ ചേഞ്ച് ആയിപ്പോൾ. അതാണ് യൂണിയൻ സ്ട്രക്ചർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ യൂണിയനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിന് വാല്യൂ കൊടുത്താൽ മതി. ആ വാല്യൂ ആണ് അതിനകത്ത് പെർസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വാൽ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് 0 ആണ് കൊടുക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ ഇവിടെ ആർഗ്യുമെൻ്റായിട്ട് 0 പാസ് ചെയ്താൽ മതി. അടുത്ത് 1 ആണ് കൊടുക്കണമെങ്കിൽ ഇവിടെ നാലാമത്തെ ആർഗ്യുമെൻ്റായിട്ട് 1 കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ 4 ആർഗ്യുമെൻ്റാണ് നമ്മൾ SumCTL എന്ന് പറയുന്ന സിസ്റ്റം കോളിനകത്ത് യൂസ് ചെയ്യുന്നത്.
അടുത്ത സിസ്റ്റം കോൾ എന്ന് സെം ഒ പി. ഈ സെം ഒ പി എന്ന് പറയുന്ന സിസ്റ്റം കോൾ വെച്ചിട്ടാണ് നമ്മൾ സെമാഫോർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ സെമാഫോറിനകത്ത് 2 ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് പി ഫങ്ഷനും ഒന്ന് വി ഫങ്ഷന്, അല്ലെങ്കിൽ വെയിറ്റ് ഫങ്ഷനും സിഗ്നൽ ഫങ്ഷനും. ഇതിൽ ഈ വെയിറ്റ് ഫങ്ഷനും സിഗ്നൽ ഫങ്ഷനും വർക്ക് ചെയ്യുന്നത് അതിനൊരു പ്രീ ഡിഫൈൻഡ് ഒരു ഡാറ്റ വെച്ചിട്ടാണ് ആ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത്. ആ ഡാറ്റ കൊടുക്കുന്നത് ഈ സെം ഒ പി എന്ന് പറയുന്ന ഫങ്ഷനിൽ ഈ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് വഴിയാണ്. ഇതൊരു സ്ട്രക്ചർ പോയിൻ്റർ അറേയാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അതിനകത്ത് ഒരു സെം ബഫ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഈ സെം ബഫിനകത്ത് 3 ആർഗ്യുമെൻ്റ് ഉണ്ട്. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്നുള്ളത് നമ്മളെ സെമാഫോർ നമ്പർ, എത്രാമത്തെ സെമാഫോർ ആണെന്നുള്ള സെമാഫോർ നമ്പർ, സെമാഫോർ ഐ ഡി അല്ല, സെമാഫോർ നമ്പർ. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന ഒരു ഓപ്പറേഷൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ -1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഡിക്രിമെൻ്റ് ആണ്. ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ് -1. 1 ആണ് കൊടുക്കണമെങ്കിൽ അത് ഇൻക്രിമെൻ്റ് ആണ്, അത് സിഗ്നൽ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ സിഗ്നൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സെം ഒ പി ഫംഗ്ഷനകത്തോട്ട് നമ്മൾ കൊടുക്കുന്ന ഈ സെം ബഫ് എന്ന് പറയുന്ന ഡാറ്റയുടെ സെക്കൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കണം, വെയിറ്റിലാണെങ്കിൽ -1 ആയിരിക്കണം. മൂന്നാമത്തത് ഫ്ലാഗാണ്. ആ ഫ്ലാഗ് നോർമലി നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ 3 പാരാമീറ്ററുകളാണ് നമ്മൾ ഈ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിൽ സെം ബഫ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ പോയിൻ്ററിൽ നമ്മൾ കൊടുക്കുന്നത്. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ എൻ സം ഒ പി, അതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സം ബഫ് സ്ട്രക്ചർ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എത്ര സ്ട്രക്ചർ ഓഫ് വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ 1 ആണ് കൊടുക്കുക. അപ്പം മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് 1 ആണ് വരേണ്ടത്. അപ്പം ഇങ്ങനെ ആദ്യത്തത് സെം ഐ ഡി, രണ്ടാമത്തത് ഈ സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ്, മൂന്നാമത്തത് ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് സ്ട്രക്ചർ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ കൗണ്ട്, ഇത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ 3 ഫംഗ്ഷനാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ നോർമലി അത് തന്നെയാണ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫെയിലർ ആണെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. അത് സെം സി ടി എയിലും അത് തന്നെയാണ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെങ്കിൽ അത് 0 എന്ന് വാല്യൂ റിട്ടേൺ ചെയ്യും, ഫെയിലർ ഉണ്ടെങ്കിൽ -1 എന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇത്രയും സിസ്റ്റം കോൾസാണ് നമ്മൾ സെമാഫോറിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ എഴുതിയ റീഡേഴ്സ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോബ്ലം, ഈ പ്രോബ്ലത്തിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടതാണ്. എന്തൊക്കെയോ ഔട്ട്പുട്ടാണ് വരുന്നത്. നോർമലി നമുക്ക് വേണ്ട റൈറ്റർ ഒന്ന് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റീഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് റീഡറിൻ്റെ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് വീണ്ടും അത് വെയിറ്റ് ചെയ്യുക. റൈറ്റർ വീണ്ടും കയറി റൈറ്റ് ചെയ്യുന്നു, അതിനെ റീഡ് ചെയ്ത് പ്രിൻറ്റ് കാണിക്കുക. ഇതിന് പകരം വന്നത് എന്തൊക്കെയോ ഔട്ട്പുട്ടാണ് നേരത്തെ വന്നതെന്ന് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ നമ്മൾ സെമാഫോർ വെച്ചിട്ട് അതിനൊന്ന് കറക്റ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത്. അതായത് സെമാഫോർ വെച്ചിട്ട് ഇതിൻ്റെ റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം നമ്മൾ ആക്ച്വൽ വർക്കിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെമാഫോർ എന്താണെന്നും അതിൻ്റെ യൂസ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പ്രോഗ്രാമിനെ ടെർമിനലിൽ ഓപ്പൺ ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാമാണ്. ഇതിനകത്ത് നമ്മൾ സെമാഫോറിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാൻ പോവുകയാണ്. അതിൽ ആദ്യം വേണ്ടത് നമ്മൾ പി ഫംഗ്ഷനെ വി ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളതിനകത്ത് പി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഫംഗ്ഷൻ, വി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിഗ്നൽ. അങ്ങനെ 2 ഫംഗ്ഷൻ സെമാഫോർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വേണം. അപ്പോൾ അങ്ങനെ 2 ഫംഗ്ഷനെ ഞാനിവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അത് പി ഫംഗ്ഷൻ വി ഫംഗ്ഷൻ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിന് നമ്മൾ ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഹാഷ് ഡിഫൈൻ പി. ഇതിനകത്ത് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യേണ്ടത് ഒരു സെമാഫോർ വേരിയബിളാണ്. അതിന് ഞാൻ എസ് എന്നും കൊടുത്തു. അടുത്തത് വരുന്നത് ഹാഷ് ഡിഫൈൻ വി ഫംഗ്ഷൻ, അതും ഒരു സെമാഫോർ വേരിയബിളാണ് പാസ് ചെയ്യുന്നത്. ഇത് രണ്ടും ആക്ച്വലി വർക്ക് ചെയ്യേണ്ട സെം ഒ പി എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ റീഡിഫൈൻ ചെയ്ത് പി ഫംഗ്ഷനും വി ഫംഗ്ഷനുമാക്കി മാറ്റിയത്. ഇതിനകത്ത് നമുക്കറിയാം ആദ്യം പാസ് ചെയ്യേണ്ടത് ഒരു സെമാഫോർ വേരിയബിൾ, ദെൻ രണ്ടാമത് പാസ് ചെയ്യേണ്ടത് നമ്മളെ സെം ബഫ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു പോയിൻ്റർ ആണ്
സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഒരു പോയിൻ്റർ ആണ് കൊടുക്കുന്നത്. പോയിൻ്റർ ആയതുകൊണ്ട് ആർഗ്യുമെൻറ്റ് പോയിൻ്റർ ആയതുകൊണ്ട് നമ്മൾ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അത് പി ഫംഗ്ഷൻ്റെ ഓപ്പറേഷനും അതിൻ്റെ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് നമ്മൾ സെമാഫോർ നമ്പറാണ്. എത്ര നമ്പർ ഓഫ് സെമാഫോഴ്സാണ് നമ്മൾ എത്ര നമ്പർ ഓഫ് അറേ ആണ് നമ്മൾ യൂസ് ചെയ്തത്. അങ്ങനെ ഈ ഒരു ഡെഫിനിഷൻ, പിന്നെ വി ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, ഇത് രണ്ടും നമ്മൾ കൊടുക്കുക. ഇതിന് VOP ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് പി ഫംഗ്ഷനെയും വി ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പി ഫംഗ്ഷനും വി ഫംഗ്ഷനും എന്താണെന്ന് കൊടുക്കുക. അതിന് നമുക്കറിയാം സ്ട്രക്റ്റ് സം ബഫ് എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. VOP ഇങ്ങനെ രണ്ട് വേരിയബിൾ. ഇനി നമ്മൾ രണ്ട് സെമാഫോർ ക്രിയേറ്റ് ചെയ്യണം. സം1 ഇൻറ്റിജറാണ്, ഇൻറ്റ് സം1 സം2, അങ്ങനെ രണ്ട് സെമാഫോറിൻ്റെ അത് നമ്മൾ സെമാഫോർ ID സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഒരു സെമാഫോർ ക്രിയേറ്റ് ചെയ്യുന്നു. സം1 = സംഗെറ്റ് ആണ് ഫംഗ്ഷൻ. സെമാഫോർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ സംഗെറ്റ്. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ കീ ആണ്, IPC_private എന്നാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. ദെൻ സെമാഫോർ നമ്പർ, എത്ര നമ്പർ ഓഫ് സെമാഫോർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നോർമലി 1 ആണ്. അടുത്തത് ഫ്ലാഗാണ്, നമ്മളെ പെർമിഷനാണ്. അതിനകത്ത് IPC_create. ഇത് നമ്മൾ ഷെയർഡ് മെമ്മറി ചെയ്ത പോലെ തന്നെ. ഇത് ഒരു സെമാഫോർ ക്രിയേറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ സെമാഫോറിന് ഇതുപോലെ തന്നെയാണ് കൊടുക്കുന്നത്. സംഗെറ്റ് (1,0,777) or IPC_create. ഇപ്പോൾ നമ്മൾ രണ്ട് സെമാഫോർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ SumCTL എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് വാല്യൂ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യണം. കാരണം SumOP ഫംഗ്ഷൻ വിളിക്കുന്നതിന് മുമ്പേ നമുക്ക് അതിനകത്ത് വാല്യൂ പ്രീ-ഡിഫൈൻഡ് വാല്യൂ കൊടുക്കണം. അത് നിങ്ങൾക്കറിയാം, അതിൽ SumOPയുടെ സം എന്ന് പറയുന്നത് ഏത് സെമാഫോർ നമ്പർ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ POPക്കകത്തും നിങ്ങൾക്കറിയാതെ സം ബഫ് എന്ന് പറയുന്ന അതിനകത്ത് കൊടുക്കുന്ന 3 ഫീൽഡാണുള്ളത്. ആ ഫീൽഡിൽ ഓരോ ഫീൽഡിനുള്ള വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. POP ഡോട്ട് അതിൻ്റെ വേരിയബിൾ ആയതുകൊണ്ട് ഡോട്ട് സം_num അതിനും VOPയുടെ സം_num കൊടുക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുപോലെ ഫ്ലാഗിനും 0 ആണ് കൊടുക്കേണ്ടത്. POP ഡോട്ട് സം_FLG ഫ്ലാഗ് =VOP ഡോട്ട് സം_FLG =0. അപ്പം ഈ രണ്ട് ഫീൽഡിന് 0 കൊടുത്തു. ഇനി നമ്മൾ വെയിറ്റ് ഫംഗ്ഷനും സിഗ്നൽ ഫംഗ്ഷനുള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അത് POP ഡോട്ട് സം_ഓപ്പറേഷൻ ഡോട്ട് സം_OP P ഫംഗ്ഷന്, അതായത് P ഫംഗ്ഷന് -1 V ഫംഗ്ഷന് 1 ആണ് കൊടുക്കേണ്ടത്. VOP ഡോട്ട് സം_OP =1 ഇതാണ് കൊടുക്കേണ്ടത്. അപ്പം സെമാഫോറിന് പ്രീ-ഡിഫൈൻഡ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു.
ഈ ചൈൽഡ് പ്രോസസ്സിനാണ് നമ്മൾ ഫയൽ ഓപ്പറേഷനൊക്കെ ചെയ്യുന്നത്. സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ചൈൽഡ് ഓപ്പറേഷനിൽ ഇത് റീഡിൻ്റെ ആണ്. നമുക്ക് ആദ്യം റൈറ്റിൻ്റെ എഴുതാം. റൈറ്റിൻ്റെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് റീഡ് ഓപ്പറേഷൻ എഴുതാം. അപ്പോൾ നമുക്ക് നേരെ റൈറ്റ് ഓപ്പറേഷനിലേക്ക് അതായത് പാരൻറ്റ് പ്രോസസ്സാണ് റൈറ്റ് ചെയ്യുന്നത്, പാരൻറ്റിലേക്ക് കയറുക. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യണമെന്ന് ഇത് റൈറ്ററിനകത്തോട്ട് കയറുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ക്രിട്ടിക്കൽ സെക്ഷൻ, റൈറ്റിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ, പാരൻറ്റ് പ്രോസസ്സിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ. ഇവിടെ ഒരു ഫയൽ ഓപ്പറേഷൻ ഇവിടെ നടക്കുന്നുണ്ട്, ഫയലിൻ്റെ റീഡ് റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്രിട്ടിക്കൽ സെഷനാണ്. ഈ ക്രിട്ടിക്കൽ സെഷനകത്തോട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം ഞാനൊരു സ്ലീപ്പ് കൊടുത്തു. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഔട്ട്പുട്ട് വരും. നമുക്ക് 1 by 1 ആയിട്ട് ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ 1 എന്ന് പറഞ്ഞു സ്ലീപ്പ്, ഒരു 1 സെക്കൻഡ് സ്ലീപ്പ് ഈ പാരൻറ്റ് പ്രോസസ്സിന് കൊടുത്തു. അപ്പോഴും നമുക്ക് നോക്കുമ്പോൾ അറിയാം ചൈൽഡ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ, അതോ ഈ പാരൻറ്റിന് വേണ്ടി ക്രിട്ടിക്കൽ സെഷനിൽ ആദ്യം പാരൻറ്റ് തന്നെയാണോ കയറുന്നത്, അതോ ചൈൽഡ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളൊരു ഇനിഷ്യലി ഒരു സ്ലീപ്പ് അങ്ങ് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ഒരു മെസ്സേജും കൂടെ കൊടുക്കുകയാണ്. എന്നൊക്കെയല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. പ്രിൻ്റ് ഓഫ് റൈറ്റർ ഈസ് സ്ലീപ്പിംഗ് എന്നൊരു മെസ്സേജ് അവിടെ കൊടുത്തു. റൈറ്റർ സ്ലീപ്പ് ചെയ്യാണ്. ഇനി സ്ലീപ്പ് കഴിഞ്ഞു, 1 സെക്കൻഡ് കഴിഞ്ഞ് റൈറ്റർ നേരെ വേക്കപ്പാണ്. പ്രിൻ്റ് ഓഫ് റൈറ്റർ വേക്കപ്പ് ഫ്രം സ്ലീപ്പ്. ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു. 1 സെക്കൻഡ് അത് സ്ലീപ്പ് ചെയ്തിട്ട് വേക്കപ്പായി. അടുത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റർ വെയിറ്റ് ചെയ്യാണ്, ഇതിനകത്തോട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം സിഗ്നൽ നമ്മളിവിടെ നിന്നാണ് പി സിഗ്നൽ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ പി സിഗ്നൽ കൊടുക്കുകയാണ്. നമ്മൾ റൈറ്റ് ഓപ്പറേഷന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെമാഫോർ 2 ആണെന്ന് വെച്ചാൽ സെമാഫോർ 2 ആണ് റൈറ്റിന്, സെം 2. അപ്പം ഇവിടെ വരുന്നത് റൈറ്റർ സ്ലീപ്പിങ്ങിലാണ്. പ്രിൻ്റ് ഓഫ് ഈ പി ഫംഗ്ഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ റൈറ്റർ ഫംഗ്ഷന് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പം റൈറ്റർ ഈസ് വെയിറ്റിംഗ് ടു എൻ്റർ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, അത് കഴിയുമ്പോൾ റൈറ്റർ അകത്തേക്ക് കയറ്റി വിടുന്നു. റൈറ്റ് പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ബാക്കി അത് തന്നെയാണ്, ഈ കോഡ് തന്നെയാണ്. ഇതെല്ലാം കഴിയുമ്പോൾ റൈറ്റർ കംപ്ലീറ്റ് ഈ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞു. സി മൈനസ് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞു. റൈറ്ററിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റർ മെസ്സേജും പ്രിൻ്റ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പുറത്തിറങ്ങുകയാണ്. പ്രിൻ്റ് ഓഫ് റൈറ്റർ എക്സിറ്റ്സ് ഫ്രം ക്രിട്ടിക്കൽ സെക്ഷൻ. റൈറ്റർ ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ പുറത്തേക്ക് പോകാൻ നേരത്ത് കൊടുക്കുന്ന സിഗ്നലാണ് വി. ആ കൊടുക്കുന്നത് സെം 2ൻ്റെ ഇത് കഴിഞ്ഞു. അടുത്ത സിഗ്നൽ കൊടുക്കുന്നത് സെം 1-നകത്താണ്. റീഡറിനാണ് കൊടുക്കേണ്ടത്. സെം 1 സിഗ്നൽ റീഡറിനാണ് കൊടുക്കേണ്ടത്. റൈറ്റർ ഇപ്പോൾ വെയിറ്റിംഗ് കഴിഞ്ഞു, ക്രിട്ടിക്കൽ സെക്ഷനും കഴിഞ്ഞു, സെക്ഷനും കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന റീഡറിനാണ് നമ്മൾ സിഗ്നൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് സിഗ്നൽ കൊടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം. ഗിവൺ സിഗ്നൽ ടു റീഡർ. അപ്പോൾ റീഡർ ഫംഗ്ഷന് നമ്മളൊരു സിഗ്നലും കൊടുത്തു. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ റൈറ്റ് ഓപ്പറേഷനാണ്. അപ്പോൾ അഞ്ച് റൈറ്റ് ഓപ്പറേഷനും ഇതിനുള്ളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഓരോ പ്രാവശ്യം ഇത് കയറുമ്പം ഓരോ പ്രോസസ്സിനും ഇതിനകത്തോട്ട് കയറുമ്പം ഈ പറയുന്ന മെസ്സേജുകളെല്ലാം പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് ഇറങ്ങും. ഇപ്പോൾ ഈ ലൂപ്പ് കഴിയുമ്പോൾ റൈറ്ററിൻ്റെ എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ലൂപ്പിന് പുറത്തായിട്ട് പ്രിൻ്റ് റൈറ്റർ ഈസ് ക്ലോസ്ഡ്. റൈറ്ററിൻ്റെ വർക്ക് തീർന്നു. ഇനി റൈറ്ററിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, തീർന്നു. ഈ പാരൻ്റ് പ്രോസസ്സ് തീരുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ റൈറ്റ് ഓപ്പറേഷനകത്ത് ചെയ്യാനുള്ളത്. ഇവിടെ വന്നിട്ട് നമുക്കൊരു വാല്യൂ സെറ്റ് ചെയ്യാനും കൂടെ ഉണ്ട്. അത് വാല്യൂ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ സം സി ടി എൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, സെമാഫോർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വാല്യൂ സെറ്റ് ചെയ്യണം. അത് ഇനിഷ്യൽ വാല്യൂ ഇല്ലാതെ നിൽക്കുകയാണ്. നമ്മളിവിടെ വാല്യൂ സെറ്റ് ചെയ്യണം. ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് റീഡാണോ റൈറ്റ് ആണോ അല്ല വെയിറ്റ് ആണോ സിഗ്നലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം സെമാഫോർ 1-ന് ഞാൻ നമ്മൾ റീഡാണ്. റീഡായതുകൊണ്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കണം. കാരണം അതിൻ്റെ വാല്യൂ 0 ആയേ വരാൻ പാടുള്ളൂ. അപ്പം കമാൻഡ് സെറ്റ് വാല്യൂ എന്നുള്ള കമാൻഡാണ്. സെറ്റ് വാല്യൂ, അതിൻ്റെ വാല്യൂ 0. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നാലാമത്തെ ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നത്. സെറ്റ് വാല്യൂ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഏത് വാല്യൂ വെച്ചാണ് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം, റീഡ് അല്ലെങ്കിൽ റീഡറിന് കൊടുക്കേണ്ടത് റൈറ്റർ റൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം. അപ്പം റീഡർ വെയിറ്റ് ചെയ്ത് നിൽക്കണം. വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 0 കൊടുക്കുന്നത്. 0 ആണെങ്കിൽ വെയിറ്റ് ഫംഗ്ഷൻ അകത്തേക്ക് കടത്തി വിടത്തില്ല. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ കടത്തി വിടുള്ളൂ. അപ്പോൾ നമുക്ക് റൈറ്ററിനെ കടത്തി വിടണം. അപ്പോൾ നമ്മൾ സെറ്റ് CTL sem2 ആണ് നമ്മൾ റൈറ്റർ. അതിന് 0 സെറ്റ് വാൽ 1, അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം റൈറ്ററിനെ അകത്തേക്ക് കടത്തി വിടും. അപ്പോൾ ഇതാണ് റൈറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റീഡ് ഫംഗ്ഷനകത്തോട്ട് പോവാം. ഈ റീഡ് ഫംഗ്ഷനകത്ത് ഇവിടെ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നിന്നാണ് ക്രിട്ടിക്കൽ സെഷൻ, റീഡറിൻ്റെ ക്രിട്ടിക്കൽ സെഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റീഡറിനെ വെയിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. sem1 നേരെ അകത്തോട്ട് കയറുകയല്ല, വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അവൾ സിഗ്നൽ വരുമ്പം അവന് അകത്തേക്ക് കയറാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിൻ്റ് ഫംഗ്ഷൻ റീഡർ ഈസ് വെയിറ്റിംഗ് ടു എൻ്റർ ക്രിട്ടിക്കൽ സെഷൻ. എന്നിട്ട് ഫംഗ്ഷൻ വിളിച്ചു. അപ്പം റീഡർ വെയിറ്റ് ചെയ്ത് നിന്നു. വെയിറ്റ് ചെയ്തതിന് ശേഷം റീഡർ അകത്തേക്ക് കയറുന്നു, ഫയൽ ഓപ്പറേഷൻ കഴിയുന്നു, ക്ലോസ് ചെയ്യും. ഇത് കഴിയുമ്പം റീഡറിൻ്റെ വർക്ക് കഴിയുന്നു. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് റീഡർ എക്സിറ്റ് ഫ്രം ക്രിട്ടിക്കൽ സെക്ഷൻ. ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ ഉടനെ തന്നെ റൈറ്ററിന് സിഗ്നൽ കൊടുക്കണം. റൈറ്റർ എന്നത് sem2 ആണ്. sem2-ന് സിഗ്നൽ കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു, given signal to റൈറ്ററിന് സിഗ്നലും കൊടുത്തു. അപ്പം ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് റീഡ് ഓപ്പറേഷൻ കഴിഞ്ഞു. ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങി റൈറ്ററിന് സിഗ്നൽ കൊടുക്കുന്നു. ഇത്രയാണ് റീഡിൻ്റെ ഓപ്പറേഷൻ. ഈ ലൂപ്പ് ഫുള്ള് കഴിയുമ്പോൾ ഇതിപ്പം 5 ടൈംസ് പോകുന്നൊരു ഓപ്പറേഷനാണ്. 5 ടൈംസ് റൈറ്ററും 5 ടൈംസ് റീഡറും കഴിഞ്ഞാൽ റീഡറും ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ഓഫ് ഈ പ്രോസസ്സ് അവസാനിക്കുകയാണ്. റീഡർ ഈസ് ക്ലോസ്ഡ്. ഇത്രയാണ് നമ്മൾ റീഡറിൻ്റെ റൈറ്ററിൻ്റെ
പ്രോസസ്സ്. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ സെമാഫോർ നമുക്ക് കളയണം. കളയാൻ വേണ്ടിയിട്ട് SumCTL എന്നുള്ള ഫംഗ്ഷനാണ്. SumCTL എന്നുള്ള ഫംഗ്ഷൻ വഴിയാണ് നമ്മൾ സെമാഫോറിനെ കളയുന്നത്. അത് നമ്മൾ രണ്ടിനെയും കളയുക. sum1നെ കളയുക. എൻ്റെ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ആദ്യം ID, ദെൻ ആർഗ്യുമെൻറ്റ് 0, ദെൻ മൂന്നാമത്തെ കമാൻഡാണ് IPC_RMID. ഇതാണ് കമാൻഡ്. നാലാമത്തെ ആർഗ്യുമെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ഇല്ല, നമ്മൾ 0 കൊടുക്കുന്നു. കാരണം സെറ്റ് വാല്യൂവിന് മാത്രമേ ഉള്ളൂ നാലാമത്തെ വാല്യൂവിന് ഇമ്പോർട്ടൻസ്. SumCTL sum2, 0, IPC_RMID, 0. ഇനി ഇതിന് സെമാഫോറിൻ്റെ ഫങ്ഷൻസ് എല്ലാം കിടക്കുന്നത് sys.sum.h എന്നാണ്. സിസ്സിനകത്ത് sum.h എന്നാണ് ഹെഡറിനകത്താണ് കിടക്കുന്നത്. അത് ഇൻക്ലൂഡ് ചെയ്യുക. ഹാഷ് ഇൻക്ലൂഡ് sys/sum.h ഇത്രയാണ് ഉള്ളത്. ഇത് നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്ത് നോക്കുക. കമ്പൈൽ ചെയ്യാം. cc_sama.c ഈ ഫംഗ്ഷനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സെറ്റ് CT SumCTL ആണ്. എഡിറ്റ് ചെയ്യുക. SumCTL എറർ ഫ്രീ ആണ്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. /. ഇപ്പോൾ നോക്കാം, അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ആദ്യം വന്ന് റൈറ്റർ ഈസ് സ്ലീപ്പിംഗ്. നമ്മുടെ പ്രോഗ്രാം ഇതാണ്. പ്രോഗ്രാം ഈ പ്രോഗ്രാമിൽ ഫസ്റ്റ് പോർഷൻ ഇതാണ്. റൈറ്ററിൻ്റെ പോർഷൻ ഇതാണ്. ഔട്ട്പുട്ട് നമുക്കൊന്ന് നോക്കാം. റൈറ്ററിൻ്റെ പോർഷൻ ഇതാണ്. ഇത് നോക്കാം. ഫസ്റ്റിലെ റൈറ്റർ ഈസ് സ്ലീപ്പിംഗ് അതാണ് ഇവിടെ വന്നത്. അപ്പോൾ റൈറ്റർ 1 സെക്കൻഡ് സ്ലീപ്പിലേക്ക് പോയപ്പോൾ റീഡറിൻ്റെ ഓപ്പറേഷൻ തുടങ്ങി. കാരണം റീഡർ ആ സമയത്ത് ആക്റ്റീവാണ്. റീഡർ ആ മെസ്സേജ് എന്ന് പറഞ്ഞ് റീഡറിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞ് റീഡർ ഈസ് വെയിറ്റിംഗ്. ആ റീഡർ ഈസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ റീഡർ ഈസ് വെയിറ്റിംഗ് ടു എൻ്റർ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പം റീഡർ വെയിറ്റ് എന്നിട്ട് P ഫംഗ്ഷൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ റീഡർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം റീഡർ കണ്ടിന്യൂ ചെയ്യില്ല. അപ്പം റീഡർ വെയിറ്റിങ്ങിലായതുകൊണ്ട് സിഗ്നൽ കിട്ടിയിട്ടില്ല. റീഡറിൻ്റെ വാല്യൂ 0-ലാണ് നിൽക്കുന്നത്. അത് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ റൈറ്റർ വേക്കപ്പ് ഫ്രം സ്ലീപ്പ്. 1 സെക്കൻഡ് കഴിഞ്ഞ് റൈറ്റർ സ്ലീപ്പിൽ നിന്ന് ഉണർന്നു. അത് കഴിഞ്ഞ് റൈറ്റർ ഈസ് സ്ലീപ്പ് വെയിറ്റിംഗ്. റൈറ്റർ വെയിറ്റ് ചെയ്യാണ്. P_sum2 എന്ന് പറയുന്നത് റൈറ്റർ വെയിറ്റ് ചെയ്യാണ്. റൈറ്ററിന് അപ്പം തന്നെ സിഗ്നൽ എൻട്രി കിട്ടും. അപ്പോൾ ഉടനെ തന്നെ റൈറ്റ് 1 അത് അകത്തേക്ക് കടക്കുന്നു. റൈറ്റർ വെയിറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ അകത്തേക്ക് കിടക്കും. റൈറ്റർ ഈസ് വെയിറ്റിംഗ് ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞിട്ട് റൈറ്റർ ഈസ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം. റൈറ്റർ ഈസ് എൻറ്ററിങ് ടു ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്ന മെസ്സേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ P കഴിഞ്ഞിട്ട്
രണ്ടിലും കൊടുക്കാം, റീഡറിനും റൈറ്ററിനും കൊടുക്കാം. പ്രിൻ്റ് റൈറ്റർ ഈസ് എൻ്ററിങ് ടു, അല്ലെങ്കിൽ റൈറ്റർ എൻ്റേർഡ് ടു ക്രിട്ടിക്കൽ സെക്ഷൻ. അതുപോലെ പി ഫംഗ്ഷൻ കഴിയുമ്പോൾ ഇവിടെയും കൊടുക്കാം. എൻ്റേർഡ് ടു ക്രിട്ടിക്കൽ സെക്ഷൻ. സേവ് ചെയ്യുക, റൺ ചെയ്യുക, കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്തു, റൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ക്ലിയർ ചെയ്യും. റൈറ്റർ ഈസ് സ്ലീപ്പിംഗ്. റൈറ്റർ ആ സമയത്ത് ക്രിട്ടിക്കൽ സെക്ഷനകത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. റൈറ്റർ വേക്കപ്പ് ചെയ്യും. റൈറ്റർ ഈസ് വെയിറ്റിംഗ് ടു എൻ്റർ ഇൻ ടു ക്രിട്ടിക്കൽ സെക്ഷൻ. അത് കഴിയുമ്പോൾ പി ഫംഗ്ഷനാണ് കിടക്കുന്നത്. പി ഫംഗ്ഷൻ തന്നെ അപ്പം തന്നെ റൈറ്ററിന് എൻട്രി കിട്ടും, കാരണം അതിൻ്റെ വാല്യൂ >0 ആണ് ഇരിക്കുന്നത്. റൈറ്റർ എൻ്റേർഡ് ടു ക്രിട്ടിക്കൽ സെക്ഷൻ. ഉടനെ റൈറ്റ് പ്രോസസ്സ് നടന്നു, ഫയലിനകത്ത് 1 റൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും റൈറ്റർ എക്സിറ്റ് ഫ്രം ക്രിട്ടിക്കൽ സെക്ഷൻ. റൈറ്റ് പ്രോസസ്സ് കഴിയുമ്പോൾ റൈറ്റർ എക്സിറ്റ് ഫ്രം ക്രിട്ടിക്കൽ സെക്ഷനാണ്. എക്സിറ്റ് ഫ്രം ക്രിട്ടിക്കൽ സെക്ഷൻ മെസ്സേജ് വന്നു. അത് കഴിയുമ്പോൾ ഗിവൺ ടു സിഗ്നൽ റീഡർ. ഗിവൺ സിഗ്നൽ ടു റീഡർ. റീഡറിന് സിഗ്നൽ കൊടുക്കുന്നു. എന്നിട്ട് റൈറ്റർ ഈ ലൂപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. റൈറ്റർ ഈ സ്ലീപ്പിംഗ്. 1 സെക്കൻഡ് റൈറ്റ് സ്ലീപ്പിങ്ങിലേക്ക് പോകുന്നു. ആ സമയത്ത് റീഡർ റീഡ് ഓപ്പറേഷനിലേക്ക് പോകും. അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. റീഡർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. കാരണം സൈമിൾട്ടേനിയസ്ലി റൺ ചെയ്യണതാണ്. അപ്പം റൈറ്റർ സ്ലീപ്പിംഗ് കഴിയുമ്പോൾ റീഡർ എൻ്റേർഡ് ടു ക്രിട്ടിക്കൽ സെക്ഷൻ. റീഡർ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറുന്നു. ആ റൈറ്റ് ചെയ്ത് 1 റീഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് റീഡർ എക്സിറ്റ് ഫ്രം ക്രിട്ടിക്കൽ സെക്ഷൻ. റീഡറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഗിവൺ സിഗ്നൽ ടു റൈറ്ററിന് സിഗ്നൽ കൊടുക്കുന്നു. എന്നിട്ട് റീഡർ ഈസ് വെയിറ്റിംഗ് ടു റീഡർ അടുത്ത വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത ക്രിട്ടിക്കൽ സെക്ഷൻ എൻ്ററിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം റൈറ്റർ സ്ലീപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വേക്കപ്പായിട്ട് വെയിറ്റ് ചെയ്യാണ്. അകത്തേക്ക് കയറാൻ വെയിറ്റ് ചെയ്യാണ്. എൻട്രി കിട്ടി. റൈറ്റർ 1 പ്ലസ് നേരത്തെ ഇരുന്ന 1ന് പകരം 2 റൈറ്റ് ചെയ്യുന്നു. ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റർ പുറത്തേക്ക് ഇറങ്ങുന്നു. റീഡറിന് സിഗ്നൽ കൊടുക്കുന്നു. റൈറ്റർ നേരെ സ്ലീപ്പിലേക്ക് പോകുന്നു. അപ്പോൾ റീഡർ നേരത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വെയിറ്റിംഗ് ടു എൻ്റർ ക്രിട്ടിക്കൽ സെഷൻ. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ റീഡറിന് വീണ്ടും എൻട്രി കിട്ടി. റീഡർ റീഡ് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് റീഡർ ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ റൈറ്ററിന് വീണ്ടും സിഗ്നൽ കൊടുക്കുന്നു. റൈറ്റർ ആൾറെഡി സ്ലീപ്പ് ചെയ്ത് നിൽക്കുകയാണ്. റൈറ്ററിന് സിഗ്നൽ കൊടുക്കുന്നു. എന്നിട്ട് റീഡർ വീണ്ടും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ റൈറ്റർ വേക്കപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്യുമ്പം തന്നെ കിട്ടുന്നു 3 എന്ന് പറഞ്ഞ നമ്പർ റൈറ്റ് ചെയ്യുന്നു. വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു. റീഡറിന് സിഗ്നൽ കൊടുക്കുന്നു. റീഡർ വീണ്ടും അകത്തേക്ക് കയറുന്നു. ഇതിവിടെ ഒരു ചെറിയ ഇത് വന്നു. അതെന്ന് പറഞ്ഞാൽ റീഡർ റൈറ്ററിൻ്റെ ഒരു ഡിഫറൻസാണ് വന്നേക്കുന്നത്. പക്ഷേ പ്രോഗ്രാമിൽ തെറ്റൊന്നുമില്ല, പ്രോസസ്സിലും തെറ്റില്ല. റീഡർ എൻ്റേർഡ് ടു ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞിട്ടാണ് റൈറ്റർ സ്ലീപ്പിംഗ് എന്നാണ് മെസ്സേജ് വന്നേക്കുന്നത്. എന്നിട്ട് റീഡർ റീഡ് ചെയ്തിരിക്കുകയാണ്. 3 എന്ന് പറഞ്ഞ വാല്യൂ റീഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തു. കാരണം റൈറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് റീഡ് നടന്നേക്കുന്നത്. എന്നിട്ട് റീഡർ എക്സിറ്റ് ചെയ്യുകയാണ്. ഗിവൺ ടു സിഗ്നൽ ടു റൈറ്ററിന് വീണ്ടും സിഗ്നൽ കൊടുക്കുന്നു. റൈറ്റർ ഉടനെ തന്നെ റീഡർ വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. റൈറ്റർ വേക്കപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ കയറുന്നു. 4 എൻട്രി റൈറ്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്നു. റീഡറിന് സിഗ്നൽ കൊടുക്കുന്നു. റൈറ്റർ സ്ലീപ്പിങ്ങിലേക്ക് പോകുന്നു. അപ്പോൾ റീഡർ ഉടനെ തന്നെ വീണ്ടും എൻ്റർ ചെയ്തിട്ട് 4 റീഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് റീഡർ എക്സിറ്റ് ചെയ്യുന്നു. സിഗ്നൽ റൈറ്ററിന് കൊടുക്കുന്നു. എന്നിട്ട് റീഡർ വീണ്ടും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ റൈറ്റർ സ്ലീപ്പിലായിരുന്നു. റൈറ്റർ നേരെ വേക്കപ്പായിട്ട് റൈറ്റർ വെയിറ്റ് ചെയ്യണം. അകത്തേക്ക് കയറാൻ വെയിറ്റ് ചെയ്യുന്നു. റൈറ്റർ എൻ്റർ ചെയ്യുന്നു. 5 റൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. സിഗ്നൽ റീഡറിന് കൊടുക്കുന്നു. ഇനി റൈറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു. റൈറ്ററിൻ്റെ എല്ലാ ഓപ്പറേഷനും 5 വാല്യൂ റൈറ്റ് ചെയ്തു. ഇനി റൈറ്ററിന് പ്രത്യേകിച്ച് പണിയില്ല. പ്രോസസ്സ് സ്റ്റോപ്പ് കഴിഞ്ഞു.
റൈറ്റർ പുറത്തേക്ക് ആ പ്രോസസ്സേ ക്ലോസ് ചെയ്യാണ്. അതാണ് റൈറ്റർ ഈസ് ക്ലോസ്ഡ് എന്ന് വന്നിരിക്കുന്നത്. റൈറ്റർ ക്ലോസ് ആയി. പക്ഷേ റീഡർ കണ്ടിന്യൂ ചെയ്യാണ്. റീഡർ എൻ്റേഡ് ടു ക്രിട്ടിക്കൽ സെക്ഷൻ. റീഡർ വീണ്ടും ക്രിട്ടിക്കൽ സെക്ഷനകത്ത് കയറുന്നു. ആ 5 എന്നുള്ള വാല്യൂ റീഡ് ചെയ്യുന്നു. എന്നിട്ട് അത് റീഡറിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. വീണ്ടും റൈറ്ററിന് സിഗ്നൽ കൊടുക്കുകയാണ്. റൈറ്റർ ആൾറെഡി ക്ലോസ് ചെയ്യേക്കാണ്. ആ സിഗ്നൽ അൺഇമ്പോർട്ടൻ്റ് ആണ്, കൊടുക്കുന്നു. എന്നാലും നോർമലി കൊടുത്തു. അത് കഴിഞ്ഞ് റീഡർ ക്ലോസ് ആകുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും റൈറ്റേഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത് യൂസിങ് സെമാഫോർ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത് നോക്കിയിട്ട് ഈ പ്രോഗ്രാം ഫുള്ള് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഔട്ട്പുട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താണ് വരുന്നതെന്ന് നോക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമാഫോർ എന്നുള്ളത് നമ്മളൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നുള്ള നിലയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് സെമാഫോർ എന്താണെന്നുള്ള നിങ്ങളുടെ ലൈഫ് ലോങ് മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യമാണ് സെമാഫോർ. അത് പറയുമ്പോൾ സിമ്പിളാണെങ്കിലും അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രീതിയിലാണ്, ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് ഫിലോസഫറിലും ഇതേ രീതിയിൽ നമുക്ക് ഇതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാംസ് നമുക്ക് ഈ ക്രിട്ടിക്കൽ സെക്ഷനിൽ റൈസ് കണ്ടീഷനിലേക്ക് പോകുന്ന പ്രോഗ്രാംസ് ക്രിട്ടിക്കൽ സെക്ഷനിനകത്ത് നമുക്ക് സെമാഫോർ വെച്ചിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. എല്ലാവരും ഔട്ട്പുട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. കറക്റ്റ് ഔട്ട്പുട്ടാണോ കിട്ടുന്നതെന്ന് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെൻറ്റുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.